सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ध्यायेत् नित्यं गणेशं परमसुभयुतं ध्यानसंस्थं त्रिनेत्रं एकं देवं त्वनेकं परमसुभयुतं देवदेवं प्रपन्नं चुण्डोदण्डाद्यगण्डोद्गलितमतजलल्लोलमत्तालिमालां श्रीमन्तं विघ्नराजं सकलसुखकरं श्रीगणेशं नमामि। योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणध्वगादीन् बिभ्रद्वेणुं जडरपटयो शृङ्गवेत्रे च कक्षे वामे बाणो मसृणकपटं दद्धराम्यङ्गुलीषु तिष्ठन्मध्ये स्वपरिसुहृदो नाशयन्नर्मति स्वे स्वर्गे लोके विशति बहुते यज्ञोत्पालके बर्हारीडं नडवरवहुकर्णयोगर्निकारां बिभ्रद्वासकनककपिशं वैजयन्तीं च मालां गन्धान् वेणोरवरसुतया पूजयन् गोपवृन्दैः वृन्दारण्यं स्वपदधनं प्राविशद्गीतकीर्ति। हरे नारायण हरे राम 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 हरे 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 कृष्ण 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 हरे हरे। ഇന്നലെ സാഹചര്യം വൈകുന്നേരം പറഞ്ഞു നിർത്തിയത് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു. അവതാരത്തിൻ്റെ മുന്നേ ദേവകളൊക്കെ ബ്രഹ്മദേവൻ്റെ സ്തുതികളൊക്കെ പറഞ്ഞു. ഇതിന് ശേഷം ഭഗവാൻ അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ച് കോപാകുലനായിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്താണ് അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഈ ദേവാദികളുടെ സ്തുതികളൊക്കെ കേട്ടിട്ടും ഈ നരഹരിയുടെ ക്രോധം അടങ്ങിയില്ല എന്നതാണ് ശിശുക്കൾ കൊടുക്കുന്നത്. അതായത് ഈ ബ്രഹ്മാവ് രുദ്രൻ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാർക്കും ആ ഭഗവാന്റെ സമീപത്തേക്ക് പോലും എത്താൻ സാധിച്ചില്ല. അത്രയും ക്രോധാവേശത്തോടു കൂടിയിട്ട് തൻ്റെ ഭക്തരെ രക്ഷിക്കാനായിട്ട് ആ സ്തംഭത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ആ ഭഗവാന്റെ രൂപം കണ്ട് ലോകം കിട്ടുകിട്ടാതെ മറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് പോവാനോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനോ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആ ക്രോധം മൂത്ത് ആ ഹിരണ്യകശിപുവിൻ്റെ ആ കുടന്മാരുടെ കഴുത്തിലിട്ട് അണിഞ്ഞും കൊണ്ട് ആ താടിയിലൊക്കെ ഭഗവാന്റെ താടിയിലൊക്കെ രക്തക്കറകളിങ്ങനെ നിറഞ്ഞ് ഉള്ള ആ സമയത്ത് ആർക്കും പോവാൻ കഴിയില്ല. ഭഗവാൻ മഹാലക്ഷ്മി പോലും ഒന്ന് പേടിച്ചു എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ ഈ രൂപം കണ്ടപ്പോൾ മഹാലക്ഷ്മി പോലും പേടിച്ചു. കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആ ഘോര രൂപമാണ് ആ മഹാലക്ഷ്മി കണ്ടത്. അപ്പം അത് കാരണം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സമയത്ത് ബ്രഹ്മദേവൻ ഭഗവാനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ട് ആ പ്രഹ്ലാദനെ ഉപയോഗിച്ചു. പ്രഹ്ലാദോട് പറഞ്ഞു, മകനെ പ്രഹ്ലാദ, ആ ഭഗവാനെ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മദേവൻ ഭഗവാനെ പ്രഹ്ലാദനെ പറഞ്ഞു. പ്രഹ്ലാദന് ഒരു മടിയുണ്ടായില്ല. 5 വയസ്സായിട്ടുള്ള ഒരു ബാലനാണ്. ആ പ്രഹ്ലാദൻ കൈകൂട്ടിട്ട് നിലത്ത് വീണ് ഭഗവാനെ നമസ്കരിച്ചു എന്നാണ് പറഞ്ഞത്. നമസ്കരിച്ച് ആ തൻ്റെ കാൽക്കലിൽ വീണ് കിടക്കുന്ന ആ ബാലനെ കണ്ടിട്ട് ഭഗവാൻ വളരെ സന്തോഷമായി. ആ കൃപ കൊണ്ട് ആ കുട്ടിയുടെ മുകളിൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത് വേറെ ഒന്നും ചെയ്തില്ല. ഭഗവാൻ എന്ത് ചെയ്തു? ആ കുട്ടിയെ അങ്ങനെ കയ്യിലാണ്ട് പൊക്കിയെടുത്തിട്ട് എന്താ ആ കാലനെ പോലും ഭഗവാനെ വേണ്ടിയാണ്. കാലഭയത്തെ തീർക്കുന്ന ആ തൃക്കൈയിലെടുത്തിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ശിരസിലാണ് വെച്ചാണ് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. ആ ശിരസിലാണ് വെച്ച് അനുഭവിച്ചപ്പോൾ ആ ഭഗവാന്റെ കരസ്പർശം നമ്മൾ വന്നതുകൊണ്ട് ആ പ്രഹ്ലാദന്റെ ഹൃദയത്തിൽ ഉണ്ടായി അജ്ഞാനങ്ങളാണ് ഇല്ലാണ്ടായിട്ട് ഒരു ജ്ഞാനം മാത്രം ഉണ്ടായി എന്താ പറയുന്നത്. ധ്രുവനുണ്ടായി. ഭഗവാൻ തന്റെ ശംഖുകൊണ്ട് ആ ധ്രുവന്റെ കവിളിലൊന്ന് തലോടിയപ്പോഴേക്ക്
അംശഹസ്തചരണ ശ്രവണത്വകാദി പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന കുട്ടി 5 വയസ്സ് നോക്കൂ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 ഭാഗം. ഒരു ഭാഗത്ത് 5 വയസ്സായിട്ടുള്ള ധ്രുവൻ, മറ്റേ ഭാഗത്ത് 5 വയസ്സായിട്ടുള്ള പ്രഹ്ലാദൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ കുട്ടികളുടെ മുഖത്തിൻ്റെ നിഷ്കളങ്ക ഭാവത്തുണ്ടാകും. അവർക്ക് കുറച്ച് ആ നിഷ്കളങ്ക ഭാവത്തിലുള്ള കുട്ടികൾക്ക് കുറച്ച് ഭക്തി കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിലോ ആ കുട്ടിയെ കാണാൻ നല്ല തേജസ് ഉണ്ടാകും എന്നാ പറയുന്നത്. അങ്ങനെ അജ്ഞാനം മിക്ക പോയി ജ്ഞാനം കൊണ്ട് ആ എന്താ പറയുക പ്രഹ്ലാദൻ്റെ മനസ്സാണ് നിറഞ്ഞപ്പോൾ ആ ഭഗവാന്റെ ആ സാന്നിധ്യം വ്യക്തമായിട്ട് ആർക്ക് പ്രഹ്ലാദന് തോന്നുന്നുണ്ടായി എന്നാണ് പറഞ്ഞത്. പിന്നെ ആ കുട്ടിക്ക് എന്താ അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനുള്ള പ്രേമത്തിലാണ് അലിഞ്ഞു ചേർന്നു. ശരീരം പുളകം കൊണ്ടൊക്കെയുണ്ട്. അത് വിറയ്ക്കാൻ തുടങ്ങി, ആനന്ദ കണ്ണീരാണ്ട് ഒഴുകാൻ തുടങ്ങി. ആ ഹൃദയവും കണ്ണുകളൊക്കെ ഭഗവാനിലേക്ക് അർപ്പിച്ചും കൊണ്ട് ആ പ്രശാന്തനായിട്ടുള്ള ആ സ്വരൂപത്തോട് കൂടിയിട്ട് ഏകാഗ്ര മനസ്സോട് കൂടിയിട്ട് പ്രേമം അങ്ങോട്ട് ഇടറുന്ന സ്വരത്തിലെ കണ്ടം കിടറി അങ്ങോട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്നാണ് ഭഗവാനെ സ്തുതിക്കുകയാണ് ഉണ്ടായത്. ആ പ്രഹ്ലാദ സ്തുതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗവതത്തിലെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ സ്തുതികൾക്ക് വളരെ പ്രധാനമുള്ളതാണ്. സ്തുതികൾ എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ നമ്മൾ സ്തുതിക്കണതായിട്ട് വെറുതെ സ്തുതിച്ചു പോയോണ്ട് കാര്യമില്ല. ആ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോരോ വരിക്കും ഓരോരോ അക്ഷരത്തിനും വളരെ അർത്ഥങ്ങളുള്ളത്. അർത്ഥങ്ങൾ പഠിച്ച് പോവാണ്ട് നമ്മൾ സ്തുതിച്ചിട്ട് കാര്യമില്ല. എന്താ പ്രഹ്ലാദൻ്റെ ആഗ്രഹം എന്താ? എനിക്ക് മോക്ഷം കിട്ടിയില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള മറ്റുള്ള അറിവില്ലാത്ത മറ്റുള്ള ജനങ്ങൾക്ക് മോക്ഷം കിട്ടണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിലൂടെ അവസാനം പ്രഹ്ലാദൻ പറയണത്. എനിക്ക് വേണ്ട, മോക്ഷം വേണ്ട, എന്നേക്കാളും ഏറ്റവും കഷ്ടപ്പെട്ട് ആ സംസാരത്തിൽ കടന്ന് ഉഴലുന്ന മറ്റുള്ള ജനങ്ങൾക്ക് ഭഗവാനെ ആദ്യം മോക്ഷം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങളൊക്കെയാണ് ശുദ്ധീകരിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഇതൊക്കെ ഒന്ന് നമുക്ക് ഭഗവാനെ സ്തുതിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. എന്തായാലും ആദ്യത്തെ ശ്ലോകം, 1-ാമത്തെ ശ്ലോകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 7-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. പറയാണ് ബ്രഹ്മാദയ സുരഗണാമുനയോദസിദ്ധ സത്വൈകദാനമദയോ വദസാം പ്രവാഹൈ നാരാദിതും ഗുരുഗുണൈരധുനാവിപ്രോ കിന്തോഷ്ടുമർഹതി സമേ അതിരുഗ്രജാത. പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിരുഗ്രജാത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഗ്രജാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ജനിച്ചത് അസുരവംശത്തിലാണ്. പ്രഹ്ലാദൻ പറയാണ് ഈ സാത്വിക മനസ്കരായിട്ടുള്ളതാണ് സത്വൈകദാനമതയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്വിക ബുദ്ധിയുള്ള സാത്വിക ഭാവത്തിലുള്ള ആരൊക്കെയാണ്? ബ്രഹ്മാദയ, ബ്രഹ്മാവ്, മഹേശ്വരൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാര്, അതുമാതിരി സുരഗണങ്ങള്, ദേവന്മാര്, മുനയോധ മുനികള്, സിദ്ധന്മാര് എന്നിവർക്ക് കൂടിയും ആ അങ്ങയുടെ മഹത്ഗുണങ്ങളെ വർണ്ണിക്കുന്ന, ഇവരൊക്കെ അങ്ങയുടെ മഹത്ഗുണങ്ങളെ പറ്റി വർണ്ണിക്കുന്ന ആൾക്കാരാണ് ബ്രഹ്മദേവനും മുനികളും സിദ്ധന്മാരെല്ലാം. ആ വാക്കുകളൊക്കെ ഇതുവരെ ആരാധിക്കാനും ഇവർക്കൊന്നും അങ്ങയെ ആരാധിച്ചിട്ട് പോലും അങ്ങയെ ഭീതിപ്പെടുത്താൻ പോലും സാധിച്ചിട്ടില്ല പറയണത്. ആരാധിതും ഗുരുകളെ അധുനാവിപ്രോ, അവർക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെയുള്ള സമയത്ത് ആ ഉഗ്രമായ താമസപ്രകൃതിയോട് കൂടിയിട്ടുള്ള ഞാൻ എന്നാ പറയുന്നത്. അതായത് അസുരന്മാർക്കൊക്കെ താമസപ്രകൃതി ഉള്ളതാണ്. അസുരജന്മത്തിൽ ജനിച്ചിട്ടുള്ള ആരാണ്? പ്രഹ്ലാദനാണ്. ആ അസുരജാതിയിൽ പറഞ്ഞിട്ടുള്ള എനിക്ക് ഹേ ഭഗവാനെ എങ്ങനെയാണ് കിം തോഷ്ടുമർഹതി സമേ ഹരി ഉഗ്രജാത, അങ്ങനെ ഉഗ്രജാതനായുള്ള അസുരഗണത്തിൽപ്പെട്ടിട്ടുള്ള എനിക്ക് അങ്ങയെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്നറിയില്ല. എന്നോട് ബ്രഹ്മദേവൻ പറഞ്ഞു അങ്ങയെ പോയിട്ട് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നമസ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ബാക്കിയൊന്നും അറിയില്ല ഭഗവാനെ എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്ഥിതി പറയാണ്. 9-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് മന്യേതനാവിജതരൂപതപശ്രുതൗജസ്തേജപ്രഭാവബലപൗരുഷബുദ്ധി
വിശന്തി യോഗാ ആരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ത്യാതുതോഷ ഭഗവാൻ ഗജയൂധമായ. ഭഗവാൻ ഹേ ഭഗവാനെ ധനം, അതായത് ധനാഭിജനാണ് പറഞ്ഞത്. അതായത് ഈ ധനം ഉന്നത കുലത്തിൽ ജനിക്കുക, അതുമാതിരി സൗന്ദര്യം, തപസ്, വേദപഠനങ്ങൾ, ഓജസ്, തേജസ്, അതുപോലെ പ്രഭാവങ്ങൾ, ശരീരബലങ്ങൾ, പൗരുഷം, ബുദ്ധി, ഏകാഗ്രതയോട് കൂടിയിട്ടുള്ള യോഗം, ഇവയെയാണ് ദ്വിഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതായത് 12 ഗുണങ്ങളാണ് അത്രേ ഒരു മനുഷ്യ ഉന്നത ഉണ്ടാവേണ്ടത്. അതായത് ധനമുണ്ടാവും, ഉന്നത കുലത്തിലിരിക്കും, സൗന്ദര്യമുണ്ടാവും, തപസ്സുണ്ടാവും, വേദപഠനം ഉണ്ടാവും, ഓജസ് ഉണ്ടാവും, തേജസ് ഉണ്ടാവും, പ്രതാപം ഉണ്ടാവും, ശരീരബലങ്ങൾ എല്ലാം കൊണ്ട് ഈ 12 ഗുണങ്ങളോട് കൂടിയ ഇവയ്ക്കൊന്നും ഒരിക്കലും ഭഗവാനെ അങ്ങനെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ ധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. വലിയ തറവാട്ടിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രീതിയാവില്ല. സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും, കുറേ തപസ് ചെയ്തിട്ടും, കുറേ വേദങ്ങൾ പഠിച്ചിട്ടും, ഓജസ്സും തേജസ്സൊക്കെ ഉണ്ടായിട്ട് പോലും ഒന്നും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റില്ല. കാരണം ഞാൻ കരുതുന്നത് ഹേ ഭഗവാനെ ഞാൻ വിചാരിക്കുന്നു, അതിനുള്ള കാരണം വെറും ഭക്തി കൊണ്ട് മാത്രമാണ്. എന്താണ് ഗജയൂതപായ എന്ന് പറയുന്ന കാലത്ത് നമ്മൾ ഗജേന്ദ്ര മോക്ഷം പറയണ്ടായി. അതിൽ ഗജേന്ദ്രൻ എന്താണ് ഇവിടെ പറഞ്ഞ ഗജേന്ദ്രൻ, ആ ഗജേന്ദ്രനായിട്ടുള്ള ആ ഭഗവാൻ ഗജേന്ദ്രന്റെ ഭക്തി കൊണ്ട് ഒന്ന് മാത്രമേ ആ ഭഗവാനെ പ്രാപിക്കാനായിട്ടുള്ളൂ പറയുന്ന ആ ശ്ലോകത്തിൽ പറയുകയാണ്. പിന്നെ 10ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് ഈ പറഞ്ഞ 12 ഗുണങ്ങൾ. അതാണ് ദ്വിഷഡ്ഗുണം എന്ന് പറഞ്ഞിട്ടുള്ള വിപ്രാദിഷഡ്ഗുണയുധാരവിന്ദനാഭവാരവിന്ദവിമുഖാദിശപചം മന്യേ തദർപ്പിത മനോവചനേഹിതാർത്ഥപ്രാണം പുനാതിസകുലം നൂതിമാന. പറയാണ് ഹേ ഭഗവാനെ ഈ പറഞ്ഞ 12 ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ, അതാണ് അരവിന്ദനാഭവാദാരവിന്ദമുഖ എന്ന് പറഞ്ഞത്, ആ ഭഗവത് പാതാരവിന്ദത്തില് ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ അത് എത്രയോ ശ്രേഷ്ഠനാണ്. വളരെ താണകുലത്തിൽ ജനിച്ചവനാണെങ്കിലും ആ തൻ്റെ മനസ്സ് അതെന്താ പറയുന്നത്, മന്യേതർപ്പിത മനോവചനേഹിതാർത്ഥ. ആരെങ്കിലും എത്ര ബ്രാഹ്മണനായി എത്ര ഉയർന്ന കുലത്തിൽ ജനിച്ച് ബ്രാഹ്മണനായാൽ പോലും താണജാതിയിൽപ്പെട്ടിട്ടുള്ള ഒരുവൻ വന്നിട്ട് അവൻ്റെ വാക്കുകളും അവൻ്റെ മനസ്സും അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ ധനവും ജീവിതവും എല്ലാം ഈശ്വരന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരാള് ആണ് ഏറ്റവും നല്ല ആള് എന്നതാണ് പറയുന്നത്. എന്താണ് പ്രാണം പുനാതി സകുലം പൂരിമാന. അങ്ങനെയുള്ള ആ 2ാമത്തെ ആളാണ്. അതായത് എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ച് ജീവിക്കുന്ന ആ ആളെ കൊണ്ടാണ് തൻ്റെ വംശത്തെ ആകെ പവിത്രമാക്കുന്നു. അവൻ ഏത് വംശത്തിൽ ജനിച്ചോ ആ വംശത്തിന് 14 മുൻപുള്ള തലമുറയടക്കം ശുദ്ധമായിട്ട് തീരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ആൾക്ക് ഈ ബ്രാഹ്മണൻ എല്ലാം വേദങ്ങളൊക്കെ പഠിച്ച ബ്രാഹ്മണൻ വെറും അവന് അഭിമാനം മാത്രമാണ് സ്വത്ത്. പക്ഷേ ഈ ഒന്നുമില്ലാത്ത എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ച് കഴിയുന്ന ആൾക്ക് എപ്പോഴും സ്വത്തുണ്ടാവുന്നത് ഭഗവാന്റെ ഭക്തി മാത്രമാണ് എന്ന് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, പറയാണ് നീ എന്തെങ്കിലും ഏതെങ്കിലും വിധത്തില് ഭഗവാനെ ബഹുമാനിക്കുമ്പോൾ, അതായത് ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കുമ്പോഴല്ലോ അത് അവനവന് തന്നെയാണ് കിട്ടുക എന്നുള്ളതാണ്. അത് എങ്ങനെ കിട്ടുന്നത്? ഇപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഒരു ചന്ദനത്തിരിയോ ഒരു എണ്ണയോ ഒരു വഴിപാടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാന് കിട്ടാനുള്ളതല്ല. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവനോന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാ പറഞ്ഞത്. അതായത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ എപ്പോഴും എങ്ങനെയുള്ളത്, നൈവാത്മന പ്രഭുരലയം നിജലാഭപൂർണ്ണോ. ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹിച്ചു കൊടുത്താലും എല്ലാം ഭഗവാൻ കഴിക്കുന്നതാണ്. അതായത് സഹജമായ ആനന്ദത്താല് എപ്പോഴും ആനന്ദസ്വരൂപനായിരിക്കുന്ന ഹേ ഭഗവാനെ
ആ കാര്യസാധ്യത്തിനായിട്ട് വിവരമില്ലാത്ത അജ്ഞനായിട്ടുള്ള മനുഷ്യന്റെ പൂജ അങ്ങേക്ക് ആവശ്യമില്ല. അങ്ങ് എപ്പോഴും കാരുണ്യത്തോട് കൂടിയിട്ടും ആനന്ദത്തോട് കൂടിയിരിക്കുകയാണ്. അങ്ങേക്ക് ആരുടെയും ഒരു പൂജ ആവശ്യമില്ല. ആ ഭക്തനിലുള്ള കാരുണ്യം മൂലമാണ് ആ ഭഗവാനെ സ്വീകരിക്കുന്നത്. ഭഗവാന്റെ ഭക്തൻ ആരെങ്കിലും പോയി ഭഗവാനെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന് കിട്ടുന്ന ആവശ്യമില്ല, അതിനത്തിരുടെയും എണ്ണടുന്ന ആവശ്യമൊന്നുമില്ല. പക്ഷേ ഭക്തൻ ഭഗവാന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭക്തന് വേണ്ടിയിട്ടാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. അതാണ് മാനം ജനാദ വിദുഷോ കരുണോ വൃണീതേ യദ് യജ്ജനോ ഭഗവദേവതീതമാനം. എന്തിനാണ്? എങ്ങനെയാണോ നമ്മളെല്ലാം അവനവന്റെ മുഖത്ത്, നമ്മുടെ മുഖത്ത് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ പൗഡറൊക്കെ ഇട്ടുണ്ടെങ്കിൽ ആരുടെ മുഖം ഭംഗി ഉണ്ടാകുക? അവനവന്റെ മുഖത്തല്ലേ. അതുമാതിരി ഭഗവാന്റെ മുഖത്ത് പൗഡർ നമ്മൾ എങ്ങനെയാണോ പ്രതിബിംബത്തില് കണ്ണാടിയിൽ നോക്കി നമ്മളുടെ മുഖത്തേക്ക് ഇടുക്കി ആ സൗന്ദര്യം ആസ്വദിക്കുന്നത്, അതുപോലെ കണ്ണാടിയിലെ പ്രതിബിംബത്തിനും ആ അലങ്കാരമായിട്ട് തോന്നുന്നു എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും വിധത്തില് ആ ഭഗവാനെ നമ്മൾ ബഹുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും വിധത്തില് എന്തെങ്കിലും ഭഗവാനെ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ അതിന്റെ ഗുണം ആരാണോ സമർപ്പിച്ചത് അവന് തന്നെയാണ്. ആത്മനെ എന്ന് പറഞ്ഞത് അത് അവന് തന്നെയാണ് കിട്ടുന്നത്. എന്താണ്? മുഖശ്രീ. തന്റെ മുഖം കണ്ണാടിയിൽ കാണുമ്പോൾ ആ കണ്ണാടിയിൽ കാണുന്ന മുഖവും താനും ഒന്നാണ് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, 12ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണെന്നുണ്ട്. അതുകൊണ്ട് തസ്മാത് അഹം വിഗത വിക്ലവ എന്നാ പറയണത്, യാതൊരു ശങ്കയും കൂടാതെ എന്നാ പറയണത്. തസ്മാത് അഹം വിഗത വിക്ലവ ഈശ്വരസ്യ സർവാത്മനാ മഹി ഗൃണാമി യഥാ മനീഷം നീജ അജയ ഗുണ വിസർഗമനുപ്രവിഷ്ട പൂയേതയേന ഹി പുമാനനുവർണ്ണിതേന. അതായത് നീജോജയ ഗുണവിസർഗമനുപ്രവിഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അസുരകുലത്തിൽ ജനിച്ചവനാണെങ്കിലും നീചയോനിയിൽ ജനിച്ചവനാണെങ്കിലും ഈ ഭഗവാനെ, അതുകൊണ്ട് നീചയോനിയിൽ ജനിച്ചിട്ടുള്ളവനാണെങ്കിലും യാതൊരു ശങ്കയും കൂടാതെ ഞാൻ ഭഗവാനെ എൻ്റെ കഴിവിനനുസരിച്ച് എന്നാ പറഞ്ഞത്, എൻ്റെ കഴിവിനനുസരിച്ച് എനിക്കറിയുന്ന പോലെ ഭഗവാനെ മഹിമയിൽ ഞാൻ പ്രകീർത്തിക്കാം. അതാ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല അറിയാണ്. ഇത്തരം എന്താണ് നിരന്തരം ആ ഭഗവാന്റെ ഗുണങ്ങള് വർണ്ണനങ്ങള് മായാസൃഷ്ടിയായിട്ടുള്ള സംസാര ചക്രത്തില് കുടുങ്ങിയിരിക്കുന്ന മയഗുരുവനെ പരിശുദ്ധമാകാൻ പര്യാപ്തമാണ് അങ്ങയുടെ മാതാരവിന്ദങ്ങള്. അതുകൊണ്ട് എനിക്കാവുന്ന മാതിരി ഭഗവാനെ ഞാൻ അങ്ങയെ സ്തുതിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അത് ഈ പ്രഹ്ലാദൻ ഭഗവാനോട് പറയാണ്. എന്താ പറയണത്? സർവേശ്വരീതികരാസ്തവസത്വധാംന ബ്രഹ്മാദയോ ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ രാസ്യ പുത്രേണിതം ഭഗവതോ രുചിരാവതാരേ. പറയാണ്, ഏ ഭഗവാനെ, ആരാണ് വിധികരാസ്തവ എന്ന് പറയുന്നത്. അതായത് ഈ ബ്രഹ്മാദയോ മയവിവേശ, അതായത് ഈ ബ്രഹ്മാദി ദേവന്മാരെല്ലാം സത്വഗുണമൂർത്തിയായിട്ടുള്ള അങ്ങയുടെ ആജ്ഞയെ പാലിക്കുന്നവർ മാത്രമാണ് പറയുന്നത്. അല്ലാതെ അവർ വേറെ ആരല്ല. ഞങ്ങളെപ്പോലെ അല്ല, ഞങ്ങളൊക്കെ അസുരന്മാരാണ്. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരെല്ലാം അങ്ങയുടെ എല്ലാ ആജ്ഞകളെയും പാലിക്കുന്നവരാണ്. എന്നാൽ അവരെല്ലാം ഇപ്പോൾ ഭയഭീതരായിട്ടിരിക്കുകയാണ്. ഞങ്ങളെക്കാട്ടിലും ഉയർന്ന അസുരജാതിയിൽപ്പെട്ട എന്നെക്കാട്ടിലും ഉയർന്നിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാരും മഹേശ്വരന്മാരെല്ലാം അങ്ങയുടെ രൂപം കണ്ടിട്ട് പേടിച്ചു വറച്ചിരിക്കുകയാണ്. ആ അങ്ങയുടെ എല്ലാ അവതാരങ്ങളെയും അങ്ങ് തന്നെ പ്രീതിയായിട്ടും എല്ലാത്തിലും ഇരിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് അങ്ങയുടെ ലോകാഭിരാമങ്ങളായിട്ടുള്ള ഏതെല്ലാം അവതാരങ്ങളെ, മത്സ്യകൂർമ്മ വരാഹ നൃസിംഹ വാമന, എന്ത് അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ലോകക്ഷേമത്തിൽ, അതാണ് വിക്രീഡിതം എന്ന ഭഗവാന്റെ ക്രീഡയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഭഗവതോ രുചിരാവതാര, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ചും കൊണ്ടാണ് അങ്ങ് അവതാരങ്ങൾ എടുത്തിരിക്കുന്നത്. പറഞ്ഞിട്ട് പറയാണ് തതിയച്ചമന്യും
അസുരശ്ച ഹസ്ത്വയാദ്യാമോദേദ സാധുരവിവൃശ്ചിക സർപ്പഹത്യാം ലോകാശ്ച നിർവൃതിമിതാ പ്രതിയന്തി സർവേ രൂപം നൃസിംഹവിഭയായ ജനസ്മരന്തി. പറയാണ് അതുകൊണ്ട് ഈ ഭഗവാനെ പറയാണ് യദ് യച്ഛ മന്യം അസുരശ്ച ഹസ്തത്വയാദ്യ പറഞ്ഞു. ഹേ ഭഗവാനെ, ആ അസുരൻ മരിച്ചു പോയിരിക്കണോ, അതായത് അതുകൊണ്ട് അങ്ങ് കോപമടക്കുക. ആരാ? ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടിരിക്കുകയാണ്. ആ അങ്ങയുടെ കോപത്തിന് ഇനി ആവശ്യമില്ല, അങ്ങ് വെറുതെ കോപിക്കേണ്ട, ആ അസുരനൊക്കെ വധിച്ചിരിക്കണോ, അതില്ല. എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃശ്ചിക സർപ്പഹത്യ. അതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൃശ്ചികം എന്ന് പറയുന്നത് തേള് എന്നർത്ഥം. അതുമാതിരി സർപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ്. അതായത് തേള്, പാമ്പ് തുടങ്ങിയിട്ടുള്ള ദുഷ്ടജന്തുക്കളുടെ വധത്തില് സജ്ജനങ്ങൾ കൂടി സന്തോഷിക്കുന്നു എന്നാ പറഞ്ഞത്. അല്ലേ? എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയാണ്, ഈ നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു പാമ്പിനെ തേളിനെ കൊണ്ട് നമ്മൾ വിചാരിക്കും അയ്യോ പാമ്പായി എന്ത് ചെയ്യും എന്നുണ്ടെങ്കിൽ ഇവിടെ എന്നിട്ട് നമ്മൾ സന്തോഷിക്കില്ലേ? അത്രത്തോളം ഈ അതെല്ലാം നമ്മുടെ ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഒന്നിനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ എന്താ പറയുക, അപ്പോൾ ഉറുമ്പിനെ കൊന്നാൽ പാപം കിട്ടുമോ, അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉണ്ടെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞെങ്കിൽ ഈ തേള്, പാമ്പ് തുടങ്ങിയിട്ടുള്ള ദുഷ്ടജന്തുക്കളുടെ വധത്തില് സജ്ജനങ്ങളെ കൂടി സന്തോഷിക്കണോ, പിന്നല്ലേ അങ്ങ് എത്രയോ ദുഷ്ടനായിരിക്കുന്ന ആ അസുരൻ മരിച്ചതിന് ശേഷം എന്താണ് അങ്ങ് സന്തോഷിക്കാത്തത് എന്ന് ചോദിക്കുന്നത്. ഈ അസുരന്റെ നാശത്തില് ലോകത്തിന് മുഴുക്കെ ആശ്വാസങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അങ്ങയുടെ അങ്ങയുടെ ഈ കോപം ശമിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുക, ലോകം തന്നെ പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ്. ഹേ നൃസിംഹ എന്നാ പറഞ്ഞത്. രൂപം നൃസിംഹ വിഭയായ ജനാസ്മരന്തി. ഹേ ഭഗവാനെ, നൃസിംഹ ഭഗവാനെ, ജനങ്ങളുടെ ഭയനിവൃത്തിക്കായിക്കൊണ്ട് ഇനിമേലില് അങ്ങയുടെ രൂപത്തെ സ്മരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് നരസിംഹമൂർത്തിയെ പോയിട്ട് നമ്മൾ എന്തിനാ പോയിട്ട് നരസിംഹമൂർത്തി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മളുടെ ഭയത്തെ ഇല്ലാതാക്കാനാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഭദ്രകാളിയുടെ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ രൂപം എന്താ? അമ്മയുടെ രൂപം ഭദ്രകാളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറയേണ്ടായി, അത്ര പ്രജ്വലമായിട്ടുള്ള രൂപമാണ്. നാവ് പുറത്തേക്ക് ഇട്ടിട്ടും ആ രൂപം കാണുന്നത് എന്തിനാ? ആ പേടി മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമാതിരി നരസിംഹ ഇനി തൊട്ടിട്ട് ജനങ്ങള് അങ്ങയെ പേടി മാറേണ്ട രൂപത്തില് ഭയനിവൃത്തിക്കായിട്ട് ഇനിമേലിൽ അങ്ങയുടെ ഈ രൂപത്തെ എല്ലാവരും സ്മരിക്കും. രൂപം നൃസിംഹവിഭയായ ജനാസ്മരന്തി. എല്ലാ ജനങ്ങളും അങ്ങയെ സ്മരിച്ചും കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് നാഹം വിവേകി അജിത. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ്, എന്നെ ഭയപ്പെടുത്തുന്നില്ല. നാഹം വിവേകി. ഹേ ഭഗവാനെ, എനിക്കൊരു പിടിയുമില്ല. നാഹം വിവേകി അജിതേ അതിഭയാനകസ്യ ജിഹ്വാർഗനേത്ര ഭൃഗുഡീ അപസോഗ്രദംഷ്ട്രാത് ആന്ധ്രസ്രജക്ഷതജ കേസരശങ്കുകർണാത് നിർഘാതദീതി ദിഗിതാത് നഗഗ്രാന്ന്. ഭഗവാന്റെ രൂപത്തില് പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ ഭഗവാനെ, എന്താണ് സദാ വിജയായിരിക്കുന്ന ഹേ നരസിംഹമൂർത്തേ, ഹേ ഭഗവാനെ, അങ്ങയുടെ ഈ ഭയങ്കര മുഖം അതാ അങ്ങയുടെ അതിഭയാനകസ്യ എന്നാ പറഞ്ഞത്. എനിക്ക് യാതൊരു പേടി തോന്നുന്നില്ല അങ്ങയുടെ മുഖം കണ്ടിട്ട്. എല്ലാവരും പേടിച്ച് പറിച്ചിരിക്കുകയാണ്. ഹേ അജിത നാഹം ബിബേമി, എനിക്ക് യാതൊരു പേടിയുമില്ല. എന്താ അങ്ങയുടെ എങ്ങനെയാണ്? ജിഹ്വ അർക്ക നേത്ര ഭൃഗുടി അപസ ഉഗ്രദംഷ്ട്ര. ഇതൊക്കെയാണ് ആ ഭഗവാന്റെ രൂപത്തിനെ പറ്റുന്നത്. പിന്നെ ആന്തർസജൻ എന്ന് പറഞ്ഞെങ്കിൽ കഴുത്തിലിങ്ങനെ കുടൽമാല ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭഗവാൻ. ആ സൂര്യനെ ഭഗവാന്റെ മുഖം ഭയങ്കരമായിട്ടുള്ള മുഖം, ആ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. സിംഹത്തിന്റെ നാവ് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. സൂര്യനെ പോലെ തിളങ്ങുന്ന കണ്ണുകള്, ഇളകുന്ന പുരികൾ കൊടികൾ ഇങ്ങനെ പ്രയോഗിച്ചിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്രൂരദംഷ്ട്രകള്, അതാണ് ഉഗ്രദംഷ്ട്ര. ആ കണ്ണുകള്, ആന്തർസജം കുടൽമാലകള്, അതുമാതിരി
ക്ഷതജ കേസര ശങ്കുകർണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ആ രക്തം സിംഹത്തിന്റെ സട, ആ രക്തം പുരണ്ട സടകള്, അതുമാതിരി ദിഗ്ഗജങ്ങളെ പോലും ഭയപ്പെടുത്തുന്ന അട്ടഹാസം, അതാണ് ശങ്കുകർണ. ആ ദിഗ്ഗജങ്ങളെ അങ്ങോട്ട് പേടിച്ച് ഉറച്ച് ഭഗവാന്റെ അട്ടഹാസം കൊണ്ടും പറയാണ് ശത്രു, അങ്ങയുടെ ശത്രുവായിട്ടുള്ള എൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ മാറി പുലർത്ത നഖങ്ങള് ഇതൊന്നും കണ്ടിട്ട് ഹേ ഭഗവാനെ എനിക്ക് യാതൊരു പേടി തോന്നില്ല. അതിഭയാനകസ്യാദിത്വാർഹനേത്രതികുടി അപസോഗ്രതമിഷ്ട്രാദസ്രജക്ഷതജകേസരശങ്കുകർണാദ് ഒരു പേടിയില്ല. ബാക്കി എല്ലാവരും കണ്ണടച്ചിട്ടിരിക്കുകയാണ്. അവരുടെ ഭഗവാന്റെ രൂപം കാണാൻ വയ്യ, നരസിംഹമൂർത്തിയുടെ രൂപം കാണാൻ വയ്യ. ഈ കുട്ടി മാത്രം കണ്ടിട്ട് ചിരിച്ചും കൊണ്ട് പറയുകയാണ് എനിക്ക് കാണാൻ ഒരു പേടിയില്ല എന്ന് പറയണത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രസ്തോസ്മി അഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാര ചക്രകഥനാഗ്രസദാം പ്രണീത സ്വകർമ്മ സ്വകർമ്മ വിരുഷത്തമതേഗ്രമൂലം ക്രീഡോപവർഗശരണം ഭയസേ കഥാനു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനെ നോക്കിയിട്ട് പറയാണ്, ഹേ ഭഗവാൻ ദീനവത്സല പറയാണ്, ഈ സംസാര ചക്രത്തില് ഹേ ദീനവത്സനായിട്ടുള്ള ഭഗവാനെ ഈ സംസാര ചക്രത്തിലെ അസഹ്യമായിട്ടുള്ളതും ഉഗ്രഹവുമായിട്ടുള്ള ക്ലേശമാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. യാതൊന്നും അങ്ങയുടെ രൂപമൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങ് എങ്ങനെ രൂപം ധരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്നെ ഭയപ്പെടുത്തുന്നൊരു സാധനമുണ്ട് എന്നാ പറയണത്. അതാണ് പറയണത് ഈ ദീനവത്സല എന്താ പറയണത്, ത്രസ്തോസ്മി അഹം, ത്രസ്ത അസ്മി അഹം. എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് വേറെന്താണ്? എന്താണ്? ദുസ്സഹോഗ്ര സംസാര ചക്ര, അങ്ങയുടെ സംസാരമാകുന്ന ചക്രത്തിനെ എനിക്ക് പേടിയുണ്ടെന്നാണ് പറയണത്. അതാണ് ഹേ ഭഗവാനെ എന്നെ ഭയപ്പെടുത്തുന്നത്. കാരണം ഈ കർമ്മബദ്ധനായിട്ട് കർമ്മം ചെയ്യാനായിട്ട് ഞാൻ ഹിംസ സ്വഭാവമുള്ള അസുരന്മാരുടെ ഇടയിൽ വന്ന് പെട്ടുപോയിരിക്കുന്നു ഭഗവാനെ. പറയേണ്ട ഭഗവാനെ, ഞാൻ വന്നു ജനിച്ചത് എപ്പോഴും ഹിംസിക്കാൻ റെഡിയായിരിക്കുന്ന അസുരജാതിയിലാണ് ഞാൻ വന്ന് പെട്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ഹേ അതിമനോഹരനായിട്ടുള്ള ഹേ ഭഗവാനെ, അതാണ് ബദ്ധ സ്വകർമ്മ അഭി ഉശത്തമ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കഷ്ടകാലം കൊണ്ട് ഇങ്ങനെ ഒരു അസുരവംശത്തിൽ ഞാൻ ജനിച്ചു പോയി എന്നാ പറയുന്നത്. ഇനി എനിക്ക് എന്താ വേണ്ടത്? തേം അംഗ്രിമൂലം പ്രീതോ അപവർഗ ശരണം ഭയസേ കഥാനു. എനിക്ക് ഒന്നും വേണ്ട. എന്താ വേണ്ടിട്ടുണ്ടെങ്കിൽ ഹേ ഭഗവാനെ, അതിമനോഹരനായിട്ടുള്ള ഹേ ഭഗവാനെ, എന്നാണെന്ന് എന്നിൽ പ്രീതനായിട്ട് മോക്ഷത്തിന് ആശ്രയമായിരിക്കുന്ന അങ്ങയുടെ പാതാരബിന്ദങ്ങളിലേക്ക് എന്നെ വിളിക്കുക എന്നുള്ളത് പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ അപവർഗവീയ ആരാ പറഞ്ഞത്? ഗജേന്ദ്രനും പറഞ്ഞു അപവർഗവീരൻ എന്ന് ഭഗവാനെ പറഞ്ഞു. എന്താ ഈ അപവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർഗമില്ലാത്തവൻ എന്നർത്ഥം. അപവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പവർഗം എന്ന് പറഞ്ഞാൽ എന്താ ഈ പവർഗങ്ങള്? ഈ പപ്പാപമ്മ പറഞ്ഞിട്ടുള്ള പവർഗം എന്ന് പറയില്ലേ? പവർഗം ചവർഗം തവർഗം തവർഗം പവർഗം എന്ന് പറയില്ലേ? ആ അപവർഗങ്ങളില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം, അത് ഫലം, അതുമാതിരി ബന്ധം, അതുമാതിരി ഭയം, അതുമാതിരി മരണം. ഇത് ഈ 5 പവർഗങ്ങളില്ലാത്ത ഹേ ഭഗവാനെ, അങ്ങയുടെ പാതാര ബിന്ദങ്ങളിലേക്ക് എപ്പോഴാണ് എന്നെ വിളിക്കുക എന്നാണ് 5 വയസ്സായിട്ടുള്ള കുട്ടി പറയാണ്. അതുകൊണ്ട് പറയാണ്, ശ്ലോകത്ത് പറയാണ്, യസ്മാത് പ്രിയായോഗ സരോഗ ജന്മശോഭാഗ്യനാശകരയോസ്മര്യമാന ദുഃഖൗഷധം തദപി സുഖപദധ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തപദാസ്യയോഗം. അങ്ങയുടെ ദാസന്മാരെ പൂജിക്കാനുള്ള അവസരം അങ്ങ് എപ്പോഴാണ് എനിക്ക് തരണത് എന്നതാണ് പറയുന്നത്. ഈ സംയോഗ
ചെയ്യുക. അതുമാതിരി വ്യതിരേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റുക. അതുമാതിരി വേറൊന്നാണ് സംയോഗ വിയോഗങ്ങള്. ഈ സംയോഗ വിയോഗങ്ങളുടെ സുഖദുഃഖങ്ങള് എന്നാൽ ദുഃഖഭാവങ്ങളെ പറ്റി പറഞ്ഞു ഹിരണ്യാക്ഷൻ, അതേമാതിരി സുഖം ദുഃഖം പകല് രാത്രി എന്തിനും ദ്വന്ദ്ഭാവങ്ങളുണ്ട്. ഈ ദ്വന്ദ്ഭാവങ്ങളൊന്നും ഇല്ലാത്ത ഏകഭാവത്തില് ഇരിക്കണതാണ്. അതാണ് അദ്വൈത ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സംയോഗ അതാണ് പ്രിയ അപ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിന എന്ന് പറഞ്ഞത്. ഓരോരോ വാക്കുകൾക്ക് അതാ പറഞ്ഞത്. ഈ എന്താ പറയുക പ്രഹ്ലാദ സ്തുതി ദിവസേന ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഒറ്റ സ്തുതിയാണ്. അതുകൊണ്ടാണ് ഈ പ്രഹ്ലാദ സ്തുതിക്ക് ഇത്ര പ്രാധാന്യം. നമ്മൾ സപ്താഹത്തിലൊക്കെ വായിച്ചു പോകല് മാത്രമേ ഉള്ളൂ. അർത്ഥങ്ങളൊന്നും നമ്മൾ ഗ്രഹിക്കാതെ. എന്നാലും കുഴപ്പമില്ല, അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. അത് നമ്മൾക്ക് വേണ്ടി വായിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി വായിക്കാനെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അവസാനം പ്രഹ്ലാദൻ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഇതൊക്കെ എന്നെക്കാട്ടിലും വേണ്ടത് ഈ സംസാര ചക്രത്തിൽ കടന്നു ഉഴലുന്ന മനുഷ്യ ജീവികൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പറയാണ്, ഹേ ഭഗവാനെ, സംയോഗ വിയോഗങ്ങളുടെ ആ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ആവർത്തിച്ചുകൊണ്ടുള്ള ഈ ജന്മങ്ങളുടെ ആ തീയില് ഞാൻ കത്തിയേറുകയാണ് എന്നാണ് പറഞ്ഞത്. അല്ലേ, ജനനം മരണം എന്ന് പറഞ്ഞ് ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന ആ തീയിൽ കടന്നിട്ട് ഹേ ഭഗവാനെ ഞാൻ, അതാണ് ശോകാഗ്നിന പറഞ്ഞിട്ടുള്ള ആ അഗ്നി, ശോകമാകുന്ന ദുഃഖമാകുന്ന അഗ്നിയിൽ ഹേ ഭഗവാനെ ഞാൻ കടന്നുഴലുകയാണ്. അതുകൊണ്ട് ഇവിടെ ആ ക്ലേശത്തിന്റെ നിവാരണത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ എന്തെങ്കിലും ഒരു ക്ലേശ നിവാരണത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും വേറൊരു ക്ലേശമായിട്ട് മാറും. അതാണ് ഒരു കർമ്മം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കർമ്മം കൂടി അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ചെയ്യുമെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്ലേശങ്ങൾ മാറ്റാൻ പോകുമ്പോൾ കൂടുതൽ ക്ലേശങ്ങൾ നമുക്ക് ഉണ്ടായിത്തീരുന്നു എന്നുള്ളത്. അതറിയാതെ ഇതൊന്നും അറിയാതെ ഭഗവാനെ ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹത്തില് അന്ധനായിട്ട് അസത്യത്തെ സത്യമെന്ന് ധരിച്ചുകൊണ്ട് കഴിയും. അതാ പറഞ്ഞ ദുഃഖൌഷധം ദുഃഖമതദ്യാഹം, അതായത് സത്യത്തെ അസത്യമായിട്ട് ധരിച്ചുകൊണ്ട് അസത്യത്തെ സത്യമായിട്ട് ധരിച്ചുകൊണ്ട് കഴിയുന്നു. അതുകൊണ്ട് ഹേ ഭഗവാനെ എന്താ വേണ്ടത്? ഭ്രമാമി, അത് ഞാൻ ഭ്രമിച്ച് ഈ സംസാര ലോകത്ത് കടന്നിട്ട് ഇങ്ങനെ ചക്രശ്വാസം കഴിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് വധ എനിക്ക് പറഞ്ഞു തരൂ എന്താണ് ദാസ്യയോഗം. അതുകൊണ്ട് അങ്ങയുടെ ആ ദാസനാകത്തക്കവണ്ണം എനിക്ക് ഉപദേശം തരൂ. ദാസ്യയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാക്കൂ. എന്താണ് എനിക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ദാസ്യമാണ് എനിക്ക് വേണ്ടത്. അങ്ങയുടെ ദാസന്മാരുടെ ദാസ്യനാവണം എന്നുള്ളതാണ്. അത് ഇവിടുന്ന് പറഞ്ഞത്. അടുത്ത പറയാണ്, സോഹം പ്രിയസ്യ സുഹൃത പരദേവതായാസ്തവ നൃസിംഹവിരിഞ്ചഗീത അഞ്ജസ്ഥിതർമ്യനുഗൃണൻ ഗുണവിപ്രമുക്തോ ദുർഗാണിതേ പദയുഗാലയ ഹംസസംഗാഹേ. നരസിംഹമൂർത്തേ നരസിംഹ ഭഗവാനേ എന്ന് പറയാണ്. എന്താ പറയണത്? അങ്ങ് എല്ലാവരുടെയും പ്രിയനാണ്. അതാണ് സോഅഹം എന്നൊക്കെ പറയണ. അങ്ങ് എല്ലാവർക്കും പ്രിയനാണ്. അത് സുഹൃത്താണ്, പരദേവതയാണ്. അങ്ങ് എല്ലാവരുടെയും പ്രിയനും സുഹൃത്തും പരദേവതയുമാണ്. എന്താണ്? ലീലാകഥസ്തവ, അങ്ങയുടെ ലീലകളെല്ലാവും എന്താണ്? ഹേ നരസിംഹമൂർത്തയെ വിരിഞ്ചഗീത. ആരാ പറഞ്ഞത്? വിരിഞ്ചഗീത പറഞ്ഞെങ്കിലാണ്. വിരിഞ്ചനാണ്, ബ്രഹ്മദേവനാണ് വേദങ്ങളിലൂടെ സൃഷ്ടിക്കുന്നത്. അങ്ങയുടെ മഹത്വത്തെ പറ്റി വേദങ്ങൾ നന്നായിട്ട് ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന് നിർഗണിച്ചിട്ടുള്ള വേദങ്ങളിലൂടെ അങ്ങയുടെ ലീലകളെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ബ്രഹ്മാവ് പോലും പ്രകീർത്തിച്ചിട്ടുള്ള അങ്ങയുടെ മഹാത്മ്യവും ചരിത്രങ്ങളും ആലപിച്ചും കൊണ്ടും എന്താ വേണ്ടത്? അഞ്ജസ്ഥിത അന്യനുഗൃണൻ ഗുണവിപ്രമുക്തോ. അങ്ങയുടെ മഹത്വങ്ങളെയും അങ്ങയുടെ കഥകളെയും ചരിത്രങ്ങളെയും ആലപിച്ചുകൊണ്ട് അങ്ങയുടെ പാദങ്ങളില് മനസ്സുകൊണ്ട് വസിക്കുന്ന ആ പരമഹംസന്മാരുടെ സംസർഗം തേടിയിട്ടും ഞാൻ സോഹം, അതാണ് സോഹം, ഞാൻ ഗുണമയമായിട്ടുള്ള ആ പ്രകൃതിയുണ്ടാക്കുന്ന ഘോര തടസ്സങ്ങളെ തരണം ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ദുർഗാണി പറഞ്ഞെങ്കിൽ ഏറ്റവും ദുർഗമമായിട്ടുള്ള സംസാര ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഹേ ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പരമഹംസ
ഭക്തന്മാരുടെ പാദസേവ ചെയ്തുകൊണ്ട് എനിക്ക് ഈ സംസാര ചക്രം കടക്കാനുള്ള അനുഗ്രഹം തരണേ എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ബാലസ്യനേഹശരണം പിതരൗ നൃസിംഹ ആർത്തസ്യ ജാഗതമുദന്വതിമജ്ജദോ തപ്തസ്യ തൽപ്രതിപൃതശ്രേഷ്ഠ താവത് വിഭോദനുകൃതാം ത്വദുപേക്ഷിതാനാം. പറയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബാലസ്യനേഹശരണം പിതരൗ എന്ന് പറഞ്ഞേ നരസിംഹമൂർത്തയെ, അതായത് അങ്ങയുടെ ഇച്ഛയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടിയെ രക്ഷിക്കാനാവില്ല. ഒരു മാതാവിനും പിതാവിനും അങ്ങയുടെ തീരുമാനം, അങ്ങയുടെ ഇച്ഛയില്ലെങ്കിൽ രക്ഷിക്കാനാവില്ല. ആർത്തസ്യ ജാഗതമുദന്വതി മജ്ജദോ നൗ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് കൊടുത്ത് രോഗം സുഖപ്പെടുത്താൻ പറ്റില്ല. തോണി വെള്ളത്തിൽ മുങ്ങുന്നവനെ രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞു. അതാണ് നാർത്തസ്യ ജാഗതമുദന്വതി. പിന്നെന്താ തപ്തസ്യ തൽപ്രതി വിതറിയ ഇഹാഞ്ചശ്രേഷ്ഠ താവത് വിഭൂതനുമൃതാം. അങ്ങയില്ലാണ് സർവവ്യാപിയായിട്ടുള്ള ഹേ നരസിംഹമൂർത്തയെ, അങ്ങയുടെ കാരുണ്യമില്ലെങ്കിൽ ക്ലേശമനുഭവിക്കുന്ന, അതാണ് തപ്തസ്യ തൽപ്രതി വിതറിയാണെന്നുണ്ടെങ്കിൽ ക്ലേശമനുഭവിക്കുന്നവർ സ്വീകരിക്കുന്ന പ്രതിവിധികളെല്ലാം എന്താണ്? താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്തെല്ലാം നമ്മളിപ്പോൾ എന്തെങ്കിലും അപരാധമൊക്കെ ചെയ്തിട്ട് പോയിട്ട് കുറേ തെറ്റുകളൊക്കെ ചെയ്ത് പോയിട്ട് മാപ്പ് പോയി അത് പശ്ചാത്താപം ചെയ്തിട്ടും കുറേ പോയിട്ട് ഗംഗയിൽ പോയി കുളിച്ചിട്ടും ഒന്നും കാര്യമില്ല എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലും ഭഗവാന്റെ ഭഗവാന്റെ ഭക്തന്മാരായിട്ട് സജ്ജനങ്ങളായിട്ടുള്ള കൂട്ടുകൂടാണ്ടെയും ഭക്തി മാത്രമേ ഇതുള്ള കാര്യം. എത്ര പഠിച്ചിട്ടും എത്ര വേദങ്ങൾ പഠിച്ചിട്ടും ഋതുവേദം യജുർവേദ സാമവേദങ്ങളൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. ഭഗവാന്റെ ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും കാര്യമില്ല. അതായത് മരുന്ന് കൊണ്ടൊന്നും സുഖപ്പെടുത്താനാവില്ല. തോണി വെള്ളത്തിൽ മുങ്ങുന്നവരെ രക്ഷിക്കില്ല എന്ന് പറയുന്നത്. എല്ലാം എന്ത് വേണം? ഇതിനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയാണ്. അതിനുശേഷം ഈ പറയണം ഭഗവാനേ ഹേ യസ്മിൻ യദോ യഹ്യേന ചയസ്യ യസ്മാദ് യസ്മൈ യദാ യദുദത് യസ്ത്വപരഃ പരോ വാ ഭാവകരോതി വികരോതി പൃഥക് സ്വഭാവ സംചോദിതസ്തഖിലം ഭവതസ്വരൂപം. ഹേ ഭഗവാനെ യസ്മിൻ യദോ യർഹി യേന ച യസ്യ യസ്മാദ് പറയാണ്. എന്താണ് ഇവിടെ? ആര് എന്ത് പ്രവർത്തിക്കുന്നതും പുതുതായി എന്തെങ്കിലും നിർമ്മിക്കുന്നതും, അതാണ് യസ്മൈ യഥാ യദുദ യദ് ത്വപരഃ പരോ വാ പറഞ്ഞത്. ഇവിടെ ആര് എന്ത് പ്രവർത്തിക്കുന്നതും പുതുതായി എന്തെങ്കിലും നിർമ്മിക്കുന്നതും പഴയതില് മാറ്റങ്ങൾ വരുത്തുന്നതും എല്ലാം ഹേ ഭഗവാനെ അങ്ങയുടെ ഇച്ഛ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ എന്നാണ്. ഭാവകരോതി വികരോതി പൃഥക് സ്വഭാവ, അതാണ് മാറ്റങ്ങൾ വരുത്തുന്ന. കരോതി വികരോതി, എന്ത് ചെയ്യുന്നതും എന്ത് ചെയ്യേണ്ടാത്തതും എല്ലാം തീരുമാനിക്കുന്നത് ഹേ ഭഗവാനെ അങ്ങയുടെ ഇച്ഛ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ എന്നറിഞ്ഞത്. ഇതെല്ലാം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ഹേ ഭഗവാനെ അങ്ങയുടെ സ്വരൂപമാണ്. അതാണ് എന്താണ്? സംചോദിത തദ് അഖിലം ഭവതസ്വരൂപം. ഭവതസ്വരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഹേ ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങാണ് ആ ഒരേ ഒരു വസ്തു. അങ്ങയുടെ ഇച്ഛ മാത്രമാണ് എന്നും പ്രവർത്തിക്കുള്ളൂ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് അങ്ങില്ലാതെ ഈ പ്രപഞ്ചത്തില് വേറൊന്നുമില്ല. അതാ ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താ പറയണത്? ഉള്ളതൊന്നും ഉള്ളതല്ല. എന്താണോ ഉള്ളത്? ഉള്ളതിന് നാശമില്ല. നാശമുള്ളത് ഉള്ളതല്ല. ഉള്ളത് ഉള്ളിലുള്ള ആ വാസുദേവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാക്കണം എന്ന് പറയാണ്. പിന്നെന്താ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ മായാമനസ്വജതി കർമ്മമയം പരീയ കാലേന ചോദിത ഗുണാനുമതേന പുംസാ ഛന്ദോമയം യദജയാർപ്പിത ഷോഡശാരം സംസാരചക്രമജഗോതി പറയാണ്. ഹേ ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്
സ്വരൂപമായ കാലത്താൽ പ്രചോദിതമായിട്ടുള്ള ആ ത്രിഗുണാത്മിക ശക്തി, സത്വമൃഗസ് തമസ് പറഞ്ഞിട്ടുള്ള 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള മായാശക്തി എന്ന് പറയുന്നത്, ആ കാലത്തിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട കാലസ്വരൂപനായ അങ്ങയാൽ പ്രചോദിതനായിരിക്കുന്ന അങ്ങയുടെ ശക്തിയായിരിക്കുന്ന മായാഭഗവതി എന്താണ് ആ ജീവന്റെ കർമ്മമയമായിട്ടുള്ളതും പ്രബലവുമായിട്ടുള്ള ആ ഒരു സൂക്ഷ്മ ശരീരത്തെ നിർമ്മിക്കുകയാണ്. ഒരു വീക്ഷണം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് മായാഭഗവതിയോട് പ്രപഞ്ച സൃഷ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ ഭഗവതി പ്രബലമായിട്ടുള്ള ഒരു സൂക്ഷ്മ ശരീരത്തെ നിർമ്മിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ആ സൂക്ഷ്മ ശരീരത്തിന്റെ പ്രധാന ഭാഗമാണ് മനസ്സ്. നമ്മളുടെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സാണ്. ആ മനസ്സ് ആ വൈദിക കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന കാമങ്ങൾ നിറഞ്ഞതാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും ഉണ്ടാക്കുന്നത് ആഗ്രഹങ്ങൾ, മനസ്സ് സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മനസ്സ് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മായാഭഗവതി സൃഷ്ടിച്ചിട്ടുള്ള ആ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം കൊണ്ടും പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ വസ്തുക്കളും ഇത് മായാശക്തിയാല് സംസാരത്തിന് കടന്നിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നത്. അതുപോലെ വൈദിക കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന കാമങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഈ മനസ്സുണ്ടാക്കുന്നു. ഈ ഭഗവാനെ ഈ മനസ്സ് തന്നെയാണ്, ഈ പറയുന്ന മനസ്സ് തന്നെയാണ് സംസാര ചക്രത്തിൽ നമുക്കൊക്കെ കഷ്ടപ്പാടുണ്ടാക്കുന്നതാരാ? ഈ മനസ്സ് തന്നെയാണ്. നമ്മുടെ സംസാര സാഗരേ മഗ്നം ദിനം മാ നമ്മൾ പറയാറില്ലേ, എപ്പോഴും പറയാറുണ്ട്. എന്താ ഈ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആശ്രമത്തിന്റെ ബിൽഡിങ്ങും ഒന്നുമല്ല സംസാരം എന്ന് മനസ്സിലാക്കുന്നത്. നമ്മളുടെ മനസ്സിനെയാണ് സംസാരം. ഈ മനസ്സില്ലെങ്കിൽ നമ്മുടെ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളൊന്നും സത്യമല്ല. സത്യമല്ലാത്തത് എന്തല്ല? സത്യമല്ലാത്തത് നശിച്ചു പോകുന്നതാണ്. അത് കാരണം കൊണ്ട് മായാജന്യങ്ങളായിട്ടുള്ള 16 ഭാവങ്ങളാണ് ആ മനസ്സിന്റെ ആളുകളുടെ. മനസ്സിന് 16 ഭാവങ്ങളുണ്ട്. എന്താ 16 ഭാവങ്ങളുണ്ട്? ഈ ഷോഡശാകാരം, ഷോഡശ സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്താ ഒരു മനുഷ്യന് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനനം തൊട്ടിട്ട് അവന്റെ അവസാനം വരെ, അവൻ അന്ത്യേഷ്ടി വരെയുള്ള 16 ചടങ്ങുകളുണ്ട്. അതാണ് ഈ സംസാരം എന്ന് പറയുന്നത്. നമ്മളുടെ സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന് ജനിച്ചോ എന്ന് നമ്മൾ അവസാനിക്കണോ അതുവരെയുള്ള പ്രയാണകാലം 16 സംസ്കാരങ്ങളിലൂടെ പോകുന്നു പറയുന്നത്. എന്തെല്ലാം 16 സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്? ഗർഭാധാനം, അതുമാതിരി പുംസവനം, സീമന്തം, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, കർണവേദം, ചൂടാകരണം, വിദ്യാരംഭം, ഉപനയനം, അത് കഴിഞ്ഞാൽ സമാവർത്തനായി, അത് കഴിഞ്ഞാൽ വിവാഹമായി, അത് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം, വാനപ്രസ്ഥം ചെയ്യണം, അവസാനം അന്ത്യേഷ്ടി കർമ്മം. ഇങ്ങനെയുള്ള 16 ഭാവങ്ങളിലാണ് ഒരു മനുഷ്യന്റെ കാലങ്ങളിൽ ജനിച്ചു തൊട്ടിട്ട് ഈ അവസാനം മരിക്കുന്നവരെ ഇത്രയും സംസ്കാരങ്ങൾ, ഇത്രയും ഭാവങ്ങളിലൂടെ വേണം നമുക്കൊക്കെ കടന്നു പോകാനാണ് പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മായാജന്യങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ 16 ഭാവങ്ങളാണ് ഹേ ഭഗവാനെ ഈ മനസ്സിന്റെ ആരങ്ങൾ പറഞ്ഞ അർത്ഥം. ഒരു ചക്രം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കാളവണ്ടർ ചക്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻട്രൽ പോയിന്റ് ഒന്നിങ്ങനെ ഓരോ കിട്ടില്ലേ ആരങ്ങൾ. ഇപ്പൊ നമ്മൾ 24 ആരങ്ങൾ, ദേശീയ പതാകയ്ക്ക് 24 ആരങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. എന്താ 24 എണ്ണം? ദേശീയ പതാക ഇതന്നെയാണ് പറഞ്ഞത്. പഞ്ചതത്വങ്ങളെ പറഞ്ഞത്. അതായത് പഞ്ചഭൂതങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതുമാതിരി 4 അന്ധകരണങ്ങൾ കൂടിയുള്ള 24 തത്വങ്ങളാണ് അത് നമ്മൾ ദേശീയ പതാകയിൽ കാണിച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇപ്പം പിന്നെ പറയാം, അതൊന്നും വേണ്ട. ഈ 16 ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ 16 ഭാവങ്ങൾ പറയാണ്. ഹേ ഭഗവാനെ എന്താണ്? ജന്മരഹിതനായിട്ടുള്ള ഹേ ഭഗവാനെ അങ്ങയെ ആശ്രയിക്കാത്ത ആർക്കും ഈ സംസാരചക്രം തരണം ചെയ്യാൻ സാധിക്കില്ല. മനസ്സാകുന്ന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്താണ്? സത്വം ആത്മഗുണസ്വധാംനാം കാലോവശീകൃത വിസൃജ്യ വിസർഗശക്തി ചക്രേ വിശിഷ്ടമജേശ്വര ഷോഡശാരേ നിഷ്പീഠ്യമാനമുപകർഷ വിഭോ പ്രപന്നം.
പറയാണ് ഈ സർവശക്തനായിട്ടുള്ള ഈ ഭഗവാനെ എന്ന് പറയാണ്. അത് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്വയം പ്രകാശബോധരൂപനായിട്ടുള്ള ഈ ഭഗവാനെ. അതാണ് നിത്യവിചിതാത്മഗുണസ്വധാംന, അതായത് സ്വയം പ്രകാശബോധ സ്വരൂപനായിരിക്കുന്ന ഈ ഭഗവാനെ അങ്ങ് എന്താ ചെയ്യണത്? ഈ പ്രകൃതി ഗുണങ്ങൾക്കെല്ലാം അതീതനായിട്ട് ത്രിഗുണങ്ങളുടെ പ്രകൃതിയുടെ ഗുണങ്ങൾ ഏതാണെന്നത് ഈ 3 ഗുണങ്ങൾ സത്വം രജസ് തപസ് പറഞ്ഞ പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്കും അതീതനാണ് ഹേ ഭഗവാനെ എന്ന് പറയുന്നത്. ആ എല്ലാ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രകൃതി നിർമ്മിച്ചിട്ടുള്ള മായാപ്രപഞ്ചം നിർമ്മിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ശക്തികളെയും നിയന്ത്രിക്കുന്ന കാലസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനാണ് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ മായാശക്തി കൊണ്ട് അങ്ങയുടെ തന്നെ ചൈതന്യമായ അങ്ങയുടെ തന്നെ ശക്തിയായിട്ടുള്ള ആ മായാ ഭഗവതിയാല് ഈ സംസാര ചക്രത്തിന് കുടുങ്ങിയ ഞാന് ഈ ഭഗവാനെ എങ്ങനെയാണ് ചതഞ്ഞറിഞ്ഞു പോയി എന്നാ പറയുന്നത്. അതാണ് നിഷ്പീഡ്യനാമാനം ഉപകർഷ വിഭോ പ്രപന്നം. ഞാൻ അതെല്ലാം കൊണ്ട് ചതഞ്ഞറിഞ്ഞു പോയിരിക്കുകയാണ് ഭഗവാനെ. അങ്ങയെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ ഇതിൽ നിന്ന് രക്ഷിച്ച് അങ്ങയിലേക്ക് എന്നെ ഭഗവാനെ അടുപ്പിക്കണമേ എന്നാല് പറയുന്നത്. അത് പ്രഹ്ലാദൻ ഭഗവാനെ നോക്കി പറയാണ്. ആ ഭഗവാൻ എങ്ങനെ ഇത് ക്രോധമൊക്കെ മാറി ഭഗവാന് ആ കുട്ടിയെ കണ്ടത് ഭഗവാന്റെ ക്രോധമൊക്കെ ഇറങ്ങി എന്നാ പറയണത്. ആ ഇറങ്ങിയിട്ട് പിന്നെ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഭഗവാന്റെ മുഖത്ത് നോക്കി പറയാണ്, ഭഗവാനെ എനിക്ക് സംസാര ചക്രത്തിൽ നിന്ന് കരകയറണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്താ നമ്മളുടെ ജീവിതോദ്ദേശം? സംസാര ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതാണ് നമ്മളുടെയൊക്കെ ഉദ്ദേശങ്ങൾ വേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ പറയാണ് ദൃഷ്ട്വാമയാദിവിഭോഖില ദൃശ്യവാനാം ആയുശ്രിയോ വിഭവൈച്ഛതിയാഞ്ജനോയം അസ്മത് വിധു കുപിതഹാസ വിജൃംഭിത ഭ്രൂവിസ്ഫൂർജിതേന ലുളിതാ സതുതേ നിരസ്താ. പറയാണ് ഹേ സർവശക്തനായിരിക്കുന്ന ഹേ നരസിംഹമൂർത്തയേ പറയാണ്. എന്താണ് ദിവി വിഭോ അഖില ദൃഷ്ണവാന്യം, അതായത് ഈ ദിക്പാലകന്മാരുടേത് ദിക്പാലകന്മാർ പോലുള്ള ആ നീണ്ട ആയസ്, ധനം, വിഭവങ്ങൾ, അതാണ് ആയു. ആയു പറഞ്ഞ ആയുസ്, ശ്രിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനം, വിഭവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ വിഭവങ്ങളല്ല. സർവശക്ത ദിക്പാലകന്മാരുടേത് എന്ന പോലുള്ള നീണ്ട ആയുസ്. എന്താ അർത്ഥം? അതായത് ദിക്പാലകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് എന്നാണ്. അത് പ്രപഞ്ചം തുടങ്ങിയപ്പോൾ ഭഗവാൻ ഓരോരുത്തരായിട്ട് അഷ്ടദിക്പാലകന്മാരെ 8 ഭാഗങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് സൃഷ്ടി തുടങ്ങിയോ അത് അവസാനിക്കണവരെ എന്നാണ് പറയുന്നത്. അവരുടെ നീണ്ട ആയുസ് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയുന്നത്. ധനം കിട്ടിയിട്ടും കാര്യമില്ല, പ്രപഞ്ചത്തിലെ വിഭവങ്ങൾ കിട്ടിയിട്ടും കാര്യമില്ല. ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ അതായത് ആയുശ്രിയം വിപദ ഇച്ഛതിയാഞ്ജനേയം, ഇതൊക്കെയാണ് മനുഷ്യന്മാർക്ക് വേണ്ടു. നമുക്കും തന്നെയല്ലേ വേണ്ടു. എന്ത് വേണം? എല്ലാവർക്കും ഒരു 100 വയസ്സ് വരെ ജീവിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ 100 വയസ്സ് വരെ കഴിയുമ്പോഴേക്കും ആ കാലങ്ങളുടെ മാറ്റങ്ങൾ വരുത്താതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ ഇരിക്കാൻ തോന്നും. എത്ര കാലം അത് പറയേണ്ടായി. കാരണം ഉണ്ടെങ്കിൽ മരണം എന്നുള്ള ആ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക? ഇല്ലേ? ഒക്കെ വയസ്സന്മാരായിരിക്കും ഉണ്ടാവും. മരണമില്ലാന്നുണ്ടെങ്കിൽ കാലം മാറില്ല. നമുക്കിപ്പോ എല്ലാവരും 100 വയസ്സിലിരിക്കും. 100 വയസ്സുകാർ കുറേ ഉണ്ടാകും. അപ്പൊ മെജോറിറ്റി നോക്കുമ്പോൾ 100 വയസ്സാകും ഉണ്ടാകുക. അങ്ങനെ അതാണ് പിന്നെന്താ പറഞ്ഞത്? പറയാണ് ഹേ ഭഗവാനെ, ഇനി എന്തിനാ ദേഷ്യപ്പെടുന്നത്? മുഖത്തിങ്ങനെ ദേഷ്യഭാവം കാണിക്കണേ. അസ്മദ് പിതു എന്ന് പറഞ്ഞു. അസ്മദ് പിതു കുപിത ഹാസ വിജൃംഭിത ഭ്രൂ വിസ്ഫൂർജിതേന ലുളിതാ സതുതേ നിരസ്താ. എന്താ അർത്ഥം പറഞ്ഞെങ്കിൽ, ഹേ ഭഗവാനെ, എൻ്റെ അച്ഛൻ കോപിച്ച് ചിരിക്കുന്ന സമയത്ത്, അച്ഛൻ കോപിച്ച് എന്തിനാ കോപിച്ചത്? എന്താ മകനെ നീ പഠിച്ചത് എന്ന് ചോദിച്ചു. എന്നിട്ട് ചിരിക്കുക ചെയ്തത് ഹിരണ്യകശിപുല്ലേ. ആ ചിരിയൊക്കെയാണ് മാറിയ. എന്താ പ്രഹ്ലാദൻ പറഞ്ഞത്? തൂണിലും തുരുമ്പിലൊക്കെ അച്ഛൻ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ്. എൻ്റെ അച്ഛൻ കോപിച്ചും കൊണ്ട് ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുരികക്കൊടികളൊന്ന് അടങ്ങിയാൽ മതി. എൻ്റെ അച്ഛൻ്റെ പുരികക്കൊടികളൊന്ന് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ
ആയസ്, പ്രപഞ്ചമുണ്ടായത് തൊട്ട് അവസാനം വരെയുള്ള ആ ദിക്പാലകന്മാരുടെ ഐശ്വര്യങ്ങൾ പോലും നശിച്ചു പോകുന്നു എന്നാണ്. അത്രത്തോളം കേമനായിരുന്നു ആര്? ഹിരണ്യകശിപു. ഒന്നങ്ങോട്ട് നോക്കിയാൽ മതി ഇല്ലേ, ആ അങ്ങനത്തെ ആളാണ് ഹിരണ്യകശിപു. അവർക്ക് നശിച്ചു പോണു. അതുകൊണ്ട് ഈ ഭഗവാനെ അങ്ങയാല് എൻ്റെ പിതാവാകട്ടെ, ഈ കിടക്കണു എൻ്റെ പിതാവ് കിടക്കണു, അങ്ങയാൽ വധിക്കപ്പെട്ട് ഇതാ നിലത്ത് കിടക്കുകയാണ്, അങ്ങയുടെ കിടക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളെ നിസ്സാരത, അതാണ് എന്തെല്ലാം എൻ്റെ പിതാവ് എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് എന്തെല്ലാം ദിക്പാലകന്മാരെ അടക്കി വെച്ച് ഇരുന്ന ആള് ഇപ്പതാ നിലത്ത് ധരിച്ചു കിടക്കുന്നു ഭഗവാനെ എന്ന് പറയാണ്. അതുകൊണ്ട് പറയാണ് തസ്മാത് അമും തനുവൃഥാം എന്ന് പറയാണ്. അതുകൊണ്ട് അഹം ആശിഷോജ്ഞ ആയുശ്രിയം വിഭവമൈന്ദ്രിയമാവിരിഞ്ചാത് ന ഇച്ഛാമി ആഗ്രഹേര്യ നേച്ഛാമി തേ വിലുളിതാരു നേച്ഛാമി തേ വിലുളിതാനുരുവിക്രമേണ കാലാത്മനോപനയ മാം ജവൃത്യവാസ്യം പറയാറുണ്ട്. തസ്മാത് അമും തനുവൃതാം പറയാണ്. അതുകൊണ്ട് ഇതെല്ലാം അറിയുന്ന ആള്, ഇതൊക്കെ എനിക്കറിയാം. തസ്മാത് അമും തനുവൃതാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതെല്ലാം അറിയുന്ന ഞാൻ, ഇതൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടാവുക നമുക്കറിയാം. ആ ബ്രഹ്മാവ് വരെയുള്ള ജീവികൾ പോലും കൊതിക്കുന്ന ഈ പറഞ്ഞ ആയുസ്, ധനം, വിഭവങ്ങള്, ഇന്ദ്രിയങ്ങള്, സുഖങ്ങള്, ഇതൊന്നും ഈ ആശിസുകളൊന്നും ഈ ആഗ്രഹങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല. അഹം ആശിഷോജ്ഞ പറയട്ടെ. എന്താണ്? ആയുസ്, ശ്രിയം, വൈഭവം, ഇന്ദ്രിയങ്ങള് ഇതൊക്കെ ഉണ്ടാക്കി തന്നെ അഹവിരിഞ്ചാത് എന്ന് തന്നെയല്ല കാലസ്വരൂപനം മഹാപരാക്രമിയായിട്ടുള്ള അങ്ങയാൽ നശിപ്പിക്കപ്പെടുന്ന ഒന്നും തന്നെ എനിക്ക് വേണ്ട. എല്ലാം നശിപ്പിച്ചു കളയും. ഒരു ഭക്തനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭക്തന്റെ എല്ലാം നശിപ്പിച്ചു കളയും. കാരണം എന്താ? അവന്റെ ആഗ്രഹങ്ങള് ഇല്ലാതെയാക്കി തീർത്ത് അവനെ തന്നിലേക്ക് വലിപ്പിക്കാൻ, അതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ വലിക്കുക, തന്നിലേക്ക് അടുപ്പിക്കുന്നവനാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കാൻ പോവാണെന്ന്. അപ്പൊ ആ ഒരു കാലസ്വരൂപനും മഹാപരാക്രമിയായിരിക്കുന്ന അങ്ങയെ നശിപ്പിക്കപ്പെടുന്ന ഒന്നും തന്നെ ഭഗവാനെ എനിക്ക് ആവശ്യമില്ല. പിന്നെ എന്നെ എന്താ വേണ്ടത്? എന്തൊരു ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാത്മനോപനയ മാം നിജവൃത്യപാർശ്വം, അങ്ങയുടെ ഭൃത്യന്മാരുടെ ഭക്തന്മാരുടെ പാർശ്വത്തിലേക്ക് അടുത്തേക്ക് എന്നെ എത്തിക്കൂ എന്നാണ് ഭഗവാൻ. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഭഗവാനെ എന്നെ അങ്ങയുടെ ഭക്തന്മാരുടെ അടുക്കലേക്ക് എത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നതാണ് കുട്ടി പറഞ്ഞത്. നോക്കൂ, നമ്മളൊക്കെ എന്തെങ്കിലും ഭഗവാനോട് എന്തെങ്കിലും വരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? എനിക്ക് അത് വേണം, ഇത് വേണം, ഇത് വേണം എന്നൊക്കെ പറയാ. ഈ കുട്ടിക്ക് അതൊന്നും വേണ്ട. കുട്ടി എന്താ പറയുന്നത്? എനിക്ക് ഭഗവാന്റെ ഇതും വരണമില്ല, ഭഗവാന്റെ ഭക്തന്റെ പാർശ്വത്തിലേക്ക് എത്തിച്ചാൽ മതി. അവിടെ പോയിട്ട് എന്താ ഉണ്ടാവുന്നത്? പിന്നെ പറയാണ് പുത്രാശിഷുഖാമൃഗദൃഷ്ണിരൂപാക്വേദം കളേവരം അശേഷരുജാംബിരോഹ നിർവിദ്യതേ തതുജനോ യദപീതി വിദ്വാൻ തമാനലം മധുലവൈ സമയന്തുരാമൈ. എന്താ പറയുന്നെങ്കിൽ കേൾക്കാൻ വളരെ സുഖമുള്ളവയും എന്നാൽ ഈ മൃഗതൃഷ്ണയെ പോലെ കഴമ്പില്ലാത്തവയുമാണ് ലൗകിക സുഖങ്ങൾ. എന്താ മൃഗതൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കരെ പച്ചാല് ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ കാണുമ്പോൾ അക്കരയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് വിചാരിക്കും, അക്കരെ പച്ച എന്ന് പറയും. ആ മൃഗതൃഷ്ണ പോലെ യാതൊരു കഴമ്പുമില്ല. ഈ എല്ലാം കേൾക്കാൻ വളരെ സുഖമുണ്ട്, എന്നാലോ ഈ മൃഗതൃഷ്ണയെ പോലെ കഴമ്പില്ലാത്തതാണ് ഭഗവാന് ഈ ലൗകിക ലോകത്തിലെ സുഖങ്ങളൊക്കെ. ആ സുഖങ്ങള് അനുഭവിക്കാനാകുന്ന ഈ ശരീരം നമുക്ക് തന്ന ഭഗവാൻ തന്ന ശരീരം ഉണ്ടല്ലോ ഭഗവാനെ, അത് ഇതിനേക്കാട്ടിലും വരാണ്. അല്ലെങ്കിൽ തന്നെ അസുഖങ്ങളാണ് എപ്പോഴുള്ളത്. ഈ സുഖങ്ങളെ അനുഭവിക്കാനുള്ള ആ ശരീരമാകട്ടെ സർവ്വവിധ രോഗങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനാണ്. ഭഗവാനെ അങ്ങ് എനിക്കൊരു ശരീരം തന്നു. എന്തിനാ തന്നത്? ഈ ലോകത്തിലെ സുഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ആ ശരീരം തന്നെ എപ്പോഴും ഓരോരോ അസുഖങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭഗവാനെ.
അതാണ് ക്വേദക്കളേവരം. കളേവരം പറഞ്ഞ ശരീരം. ക്വേദക്കളേവരം അശേഷുജാം വിരോഹ പറഞ്ഞെങ്കിൽ അസുഖ കൂടാരം മാത്രമേ ഉള്ളൂ ശരീരത്തിന്. പിന്നെ എങ്ങനെയാ സുഖിക്കാൻ പറ്റുക എന്നുള്ളതല്ലേ? അങ്ങനെ അറിവുണ്ടെങ്കിലും ജനങ്ങളൊക്കെ ഹേ ഭഗവാനെ ഈ വക വാസ്തവങ്ങളൊന്നും അറിയാതെ, അതാണ് നിർവിദ്യതേ നതുജനോ എന്ന് പറഞ്ഞത്. ഇതൊന്നും അറിയാത്ത ഭക്തന്മാരെ മാതിരി ആയിട്ടുള്ള ആൾക്കാര് യഥപീതി വിദ്വാൻ. അങ്ങനെ ഇതൊക്കെ അത്യന്തം ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിലും ജനങ്ങള് വാസ്തവം അറിയാതെ അത്യന്തം വളരെ കഷ്ടപ്പെട്ട് ക്ലേശിച്ച് സമ്പാദിക്കുന്ന ഈ സുഖങ്ങളുടെ കണങ്ങളെ കൊണ്ട് സുഖങ്ങളുടെ കണങ്ങളെ കൊണ്ട് അതുമാതിരി ഈ തൃഷ്ണ, അതായത് ആഗ്രഹങ്ങളുടെ തീനാളത്തെ കെടുത്താൻ എന്താണ് വൃഥാ ശ്രമിച്ചുകൊണ്ട് കാമാനലം എന്ന് പറഞ്ഞ കാമങ്ങളാകുന്ന ആ എന്താണ് തീയിനെ എന്താണ് കെടുത്താൻ വേണ്ടിയിട്ട് വെറുതെ സമയം ദുരാപേ വൃഥാ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നത്. അതായത് വെറുതെ സുഖങ്ങളൊക്കെ ഉണ്ടാവും. ഡോക്ടർമാരെടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്ന കഴിക്കലൊക്കെ ഉണ്ടല്ലോ, ആ ശരീരത്തിൻ്റെ ഉള്ള അസുഖങ്ങളാണ്. ഇതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ എന്തുണ്ടാവണം? മനസ്സ് ശുദ്ധിയാകണം. മനസ്സിൽ എപ്പോഴും ഈശ്വര ചിന്ത വെച്ച് നോക്കൂ. നമുക്കിപ്പോൾ ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ പോയിട്ട് 10 വട്ടം കുളിച്ച് നോക്കൂ. പിറ്റേ ദിവസം നമുക്ക് പനി പിടിക്കും. കാരണം എന്താ അറിയോ? ആ 10 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങി കുളിച്ചു എന്നുള്ള ആ പേടി നമ്മുടെ ഉള്ളിലുള്ള കാരണം കൊണ്ട് എന്തുണ്ടാവും? നമുക്ക് അസുഖം തീർച്ചയായിട്ടും വരും. അപ്പൊ എവിടുന്നാ ഈ അസുഖങ്ങൾ വരുന്നത്? ഈ മനസ്സിൽ നിന്നാണ് അസുഖം വരുന്നത്. അപ്പൊ അതേമാതിരിയാണ് ആ തീനാളത്തെ കെടുത്താൻ വൃഥാ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സുഖങ്ങൾക്ക് വേണ്ടി മുന്നിട്ട്. പിന്നെ അടുത്ത ഭാഗത്ത് പറയാണ് രജപ്രഭവൈശതമോദികസ്മിൻ ജാതസുരേതരകുലേ തവാനുകമ്പ ന ബ്രഹ്മണോ നതു ഭവസ്യ ന വൈരമായ യന്മേർപ്പിത ശിരസി പത്മകര പ്രസാദ പറയാണ്. ഹേ ഭഗവാനെ, ത്വാഹം രജപ്രഭോ. രജോഗുണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവരും അധികം തമോഗുണ പ്രധാനികളോട് കൂടിയിട്ടുള്ള അസുരന്മാരുടെ അടുത്ത് ജനിച്ച് ഞാനെവിടെ എന്ന് ചോദിക്കുന്നത്. രജോഗുണത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാരും തമോഗുണത്തിൽ പഠിച്ചപ്പോൾ ഞാനും, അതായത് എവിടെയാണ് തമോഗുണക്കാരനും രജോഗുണക്കാരനും എത്രയോ ഡിസ്റ്റൻസിലല്ലേ? ആരൊക്കെ ഉദാഹരണം പറയണത്? ന ബ്രഹ്മണോ നതു ഭവസ്യ നവൈരമായ. ഭവൻ പറഞ്ഞെങ്കിൽ അതായത് ബ്രഹ്മാവ്, ശിവൻ, ലക്ഷ്മി ദേവി. രമ എന്ന് പറഞ്ഞെങ്കിൽ ലക്ഷ്മി ദേവി എന്നിവരെ ഒഴിവാക്കിയിട്ട് എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച അങ്ങയുടെ കൃപ എവിടെ? എന്താ ആ ഭഗവാൻ അവിടുന്ന് ആരെ അനുഗ്രഹിച്ചത്? എല്ലാവരും വിഷമിച്ച് ഭഗവാന്റെ ദിവ്യ ഭയാനക രൂപം കണ്ട് പേടിച്ച് പ്രഹ്ലാദന് മാത്രം പേടിയില്ലാണ്ട് ആ കുട്ടി നമസ്കരിച്ചവിടെ എത്തിയപ്പോൾ ആദ്യം പോയിട്ട് ശിരസിന് കൈവച്ചത് ആരാണ്? പറയാണ്, ഞാൻ അസുരനായിട്ടുള്ള തമോഗുണ പ്രധാനിയായിട്ടുള്ള എന്നെ അങ്ങ് അനുഗ്രഹിച്ചു. അങ്ങയെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ രമയെ, മഹാലക്ഷ്മിയെ അങ്ങ് നോക്കിയില്ല. പരമേശ്വരനെ നോക്കിയില്ല. അതേമാതിരി ബ്രഹ്മദേവനെ പോലും അങ്ങ് നോക്കിയില്ല. അത്രത്തോളം കൃപയുള്ള ഭഗവാനെ, അങ്ങയുടെ എൻ്റെ ശിരസിന് കൈവച്ചിട്ടുള്ള ആ അങ്ങയുടെ കൃപ എവിടെയാണ് കിടക്കുന്നത് എന്നാണ് ഭഗവാൻ ശ്രദ്ധിക്കുകയാണ്. ജന്തോർയത ആത്മസുഹൃദോ ജഗതൈസ്തഥാമി സംസേവയാ സുരതരോരിവതേ പ്രസാദ സേവാനുരൂപമുദയോ നവനാവരത്വം. അതായത് ഇന്നലെ ഞാൻ പുരജനവാക്യം പറഞ്ഞു, അജ്ഞാതനായ സുഹൃത്തുണ്ടെന്ന് പറഞ്ഞു. ആ അജ്ഞാത സുഹൃത്തിൻ്റെ പ്രഹ്ലാദങ്ങളുടെ പുത്രിയാണ് എന്താണ്? നൈഷാ പരാവരമതിർഭവതോന്നസ്യ ജന്തോർയത ആത്മസുഹൃദോ എന്ന് പറഞ്ഞു. എല്ലാ ജന്തുക്കളിനുള്ളിലും ആത്മാവിൻ്റെ സുഹൃത്തായിട്ട് എന്ന് പറഞ്ഞതാണ്. സർവജീവികളുടെ ആത്മാവും അങ്ങ് തന്നെയാണ്. ആ ആത്മാവിൻ്റെ സുഹൃത്തും അങ്ങയാണ്. അപ്പോ ആ ആത്മാവും സുഹൃത്തുമായിട്ടുള്ള അങ്ങേക്ക് സാധാരണ ജനങ്ങളെ പോലെ മറ്റുള്ളവരോട് ഉച്ചനീച ഭാവമില്ല. നമുക്കൊക്കെ എന്തെങ്കിലുമില്ലേ ആ ഉച്ചനീച ഭാവങ്ങളൊക്കെ ഇല്ലേ? ഭഗവാൻ അതൊന്നുമില്ല എന്നാണ് പറയണത്. അതാണ് പരാവരം അതിർഭവതോ ധനുസ്യാന്ന്. അങ്ങനെ അങ്ങേക്ക് ഉച്ചനീച ഭാവങ്ങളൊന്നുമില്ല. എല്ലാവരും പിന്നെന്താ പറയണത്? സംസേവയ സുരതരോരിവ. സുരതരോ എന്ന് പറഞ്ഞെങ്കിൽ ദേവന്മാരുടെ സ്വർഗത്തിലുള്ള തരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി എന്നർത്ഥം.
ദേവവൃക്ഷം എന്താണ്? കൽപ്പതാരുവാണ്. അപ്പോ എന്നാൽ കൽപ്പതാരുവിൻ്റെ അടുത്ത് പോയിട്ട് സംസേവയാ സുരതരോരിവതേ പ്രസാദ, അതായത് ഈ കൽപ്പതരുവിൻ്റെ അടിയിൽ ചെന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വേണ്ടത് മാത്രമേ ഭഗവാൻ കൽപ്പതാരു കൊടുക്കുള്ളൂ, എന്താ ചോദിച്ചത് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് ഹേ ഭഗവാനെ അങ്ങയെ സേവിച്ചാൽ പോലും കിട്ടും. ദേവൻ എല്ലാം കൊടുക്കുന്ന ദേവന്മാരുടെ ആ കൽപ്പതാരുവിൻ്റെ അടുത്ത് പോയി ഇരുന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ കൊടുക്കും. എന്നാലോ അങ്ങാണെന്നുണ്ടെങ്കിലോ എന്താണെങ്കിൽ അതൊന്നും ആവശ്യമില്ല, അങ്ങയുടെ അനുഗ്രഹം മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങക്ക് സേവാനുരൂപമുടയോ എന്ന പരാവരത്വം എന്ന് പറഞ്ഞെങ്കിൽ അങ്ങക്ക് വലിയവനോ ചെറിയവനോ എന്ന ഭാവമില്ല, അങ്ങക്ക് എല്ലാം ഒരേ മാതിരിയാണ് എന്നാ പറഞ്ഞത്. അടുത്ത ശ്ലോകത്തിൽ പറയാണ് കാമാവികാമനുയ പ്രപതൻ പ്രസംഗാത് കൃത്വാത്മസാദർശിന ഭഗവൻ ഗൃഹീത സോഹം കഥം ന വിസൃജേ തവ നിത്യസേവാം. പറയാണ് എന്താണ്? പ്രഭവ അഹി പൂവേ, അതാണ് ഏവം ജനം നിപതിതം പ്രഭവ അഹിപൂപേ. അഹി പറഞ്ഞെങ്കിൽ എന്താണ്? സർപ്പങ്ങളുള്ള കൂപം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? കിണർ. അതായത് ഈ വിഷയഭോഗത്തില് നിബന്ധിച്ചിട്ടുള്ള, അതായത് വിഷയഭോഗത്തില് തൽപരരായിരിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഏ ഭഗവാനെ ഞാൻ ജനനമരണമാകുന്ന ജനനമരണ രൂപത്തിലുള്ള സർപ്പങ്ങൾ നിറഞ്ഞ സംസാരമാകുന്ന കിണറ്റില് വീണ് കിടക്കുകയാണ് എന്നാ പറയുന്നത്. പൊട്ടക്കിണറ്റിൽ വീട് പോകാൻ കിടക്കുകയായിരുന്നു. അതാണ് ഞാനെങ്ങനെ എല്ലാ സാധാരണ കുട്ടികളെ മാതിരി ഞാൻ ഇതുമാതിരി എന്നിട്ടായി എല്ലാം ഈ സംസാരമാകുന്ന സമുദ്രത്തിൽ അത് പൊട്ടക്കിണർ എങ്ങനെയാ പറഞ്ഞത്? സർപ്പങ്ങൾ നിറഞ്ഞ പൊട്ടക്കിണർ എന്നാ പറഞ്ഞത്. അതാണ് പ്രഭവ അഹിഭൂപേ, അതിൽ പോയിട്ട് കിടക്കുകയായിരുന്നു, വിഴാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പൊ എന്തുണ്ടായത്? കൃത്വ ആത്മസാദ് സുരർഷിണ. സുരർഷിണ എന്ന് പറഞ്ഞെങ്കിലാണ് സുരന്മാരുടെ ഋഷി. ആരാ സുരന്മാരുടെ ഋഷി? ആരാ? നാരദ മഹർഷി. ആരാ? നാരദ മഹർഷിയാണ് ആരെ പഠിപ്പിച്ചത്? ഭഗവാനെ കയാതുവിന്റെ ഗർഭത്തിലിരിക്കുമ്പോ നാരദ മഹർഷിയാണ് ഓരോന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ പഠിപ്പിച്ചത്. ആ കഥയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ഞാനിങ്ങനെ സാധാരണ മാതിരി അജ്ഞാനമാകുന്ന അന്ധകാരത്തിലേക്ക് വീഴാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്ത് എന്താണ് അങ്ങയുടെ ആ അനുഗ്രഹം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി? എന്താ കിട്ടിയത്? കൃത്വ ആത്മസാദ സുരർഷിണ ഭഗവൻ ഗൃഹീത സോഹം കഥം നവിസൃജേ തവ നിത്യസേവാം. എന്തൊരു അർത്ഥമുള്ള വാക്കാണ് നോക്കൂ. അതായത് ദേവർഷി നാരദൻ എന്നെ തൻ്റെ സ്വന്തമാക്കി അതിൽ നിന്ന് രക്ഷിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങയുടെ ഒരു മഹാഭക്തനാൽ കൊണ്ട് രക്ഷിക്കപ്പെട്ട ഞാൻ എങ്ങനെ അങ്ങയുടെ ഭക്തന്മാരെ സേവിക്കാതിരിക്കും? തീർച്ചയായിട്ടും അങ്ങയുടെ ഭക്തനാൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ള ഞാൻ ഇനി അങ്ങയുടെ മറ്റുള്ള ഭക്തന്മാരാലും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് സോഹം കഥം വിരുസുജേ തവ നിത്യസേവ. അങ്ങയുടെ ആ ഭക്തന്മാരെ എന്തായാലും എനിക്ക് സേവിക്കണം, അതിനുള്ള ആശ്രയമാണ്, അതിനുള്ള വഴി എനിക്ക് കാണിച്ചു തരണമേ പറയാനാണ് പറയുന്നത്. ഈ പറയുകയാണെങ്കിൽ എന്താ പറയണത്? പ്രാണരക്ഷമനന്തമിതുർവദിശ്ചാമന്യേ സ്വഭൃത്യർഷിവാക്യം മൃതം വിദാതും ഖഡ്ഗം മൃഗസ്യ യദവോച സദ്വിധിൽസു ത്വാം ഈശ്വരോ മതപരോ വദുകം ഹരാമി. എല്ലാം കേട്ട് പറയാട്ടെ. ഹേ ഭഗവാനെ, ഹേ ഭഗവാനെ, ഹേ ഹിരണ്യ, ഹേ എന്താ പറയുക നരസിംഹമൂർത്തിയെ, അങ്ങയുടെ ഭക്തരും അതുമാതിരി സേവകരുമായിട്ടുള്ള ഋഷിമാരെ, അതാണ് മൽ പ്രാണരക്ഷ അനന്ത എന്നാണ് വിളിച്ചത്. എല്ലാറ്റിനും അന്തമില്ലാത്തതാണ് അനന്തൻ. അന്തമില്ലാത്ത ഹേ ഭഗവാനെ അനന്ത എന്നാണ് വിളിച്ചത്. അങ്ങയുടെ ഭക്തരും സേവകരുമായിരിക്കുന്ന നാരദാദി മഹർഷിമാരുടെ വാക്ക് എത്ര സത്യമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ അച്ഛൻ ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് ഖഡ്ഗം പ്രഗൃഹ്യ, അതായത് എൻ്റെ അച്ഛനെ വധിക്കാൻ വേണ്ടിയിട്ട്, ആ അച്ഛൻ എന്നെ വധിക്കാൻ വേണ്ടിയിട്ട് വാളിങ്ങനെ ഓങ്ങിയ സമയത്ത് എന്താണ്
യഥവോചത വിധിൽസ്തു എന്ന് പറഞ്ഞു. അതായത് എൻ്റെ അച്ഛൻ ദുഷ്കർമ്മം ചെയ്യാനായിട്ട്, എന്നെ വധിക്കാനായിട്ട് വാളെടുത്തുകൊണ്ട് എടാ എവിടെയാണ് എൻ്റെ വിഷ്ണു എന്ന് ചോദിച്ച് ഞാൻ നിന്റെ തലവെട്ടാൻ പോകുന്നു എന്ന്, എന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ ഒരു ഈശ്വരനുണ്ടോ? ഞാനല്ലേ നിന്റെ അച്ഛൻ, ഞാനല്ലാണ്ട് നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് വാളെടുത്തോങ്ങി എന്നെ വെട്ടാൻ വേണ്ടി ഒരു ഈശ്വരനുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നെ രക്ഷിക്കാനും എൻ്റെ പിതാവിനെ ശിക്ഷിക്കാനും വധിക്കാനുമാണ് വേണ്ടിയിട്ടാണ് ഹേ ഭഗവാനെ അങ്ങ് ആവിർഭവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് വന്നത്. അതുമാതിരി എന്നെ രക്ഷിച്ച് എൻ്റെ പിതാവിനെ ശിക്ഷിക്കാനായിട്ടാണ് അങ്ങ് ആവിർഭവിച്ചത്. അത് ഋഷിമാർ പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്. എന്താ പറയണത്? ഇത് എന്തെങ്കിലും ലോകത്തിലെ അനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ച് സാങ്കേയോഗത്തിൽ ഉപദേശിച്ചു കൊടുത്തപ്പോൾ ആ ഒരർത്ഥമാണ് ഇവിടെ പറയുന്നത്. അതല്ലെങ്കിൽ ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും ശിഷ്ടന്മാരെ രക്ഷിക്കാനും ഭഗവാൻ പലതരത്തിലുള്ള രൂപത്തിൽ എടുത്തിരിക്കുന്നു എന്ന് പറയാണ്. ഇനി അടുത്ത് പറയാണ് എന്താ ചിന്തകൾ? ഏകസ്ത്വമേവ ജഗതേദമപുഷ്യയത്വം ആദ്യന്തയോ മൃതകവസ്യസി മധ്യതശ്ച സൃഷ്ട്വാ ഗുണവ്യതികരം നിജമായേദം നാനേവ ദൈവവസിതാ തദനു പ്രവിഷ്ടായാണ്. അതാണ് ഏകസ്ത്വമേവ. അതാണ് അഹമേവ അസമേവ അഗ്രേ പറഞ്ഞിട്ട് പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ആ ബ്രഹ്മത്തിനെ പറ്റിയിട്ടുള്ള ഒരൊറ്റ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണതാണ് ഏകസ്ത്വമേവ ജഗതേദമപുഷ്യയത്വം. ഇന്ന് 2-3 ശ്ലോകങ്ങളുള്ളോ വെറും വേദാന്തം മാത്രം ആ ബുദ്ധി ആ 3 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. അതായത് ഈ ഭഗവാനെ ഏകനായ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നത്. അതാണ് ഏകസ്ത്വം ഏവ ജഗത് ഏതത് അമുഷ്യ യത് ത്വം. എത്ര രസാവാക്കി നോക്കി നോക്കൂ. എങ്ങാ പദം മുറിച്ച് പഠിച്ചു നോക്കി നോക്കൂ. ഏകസ്ത്വമേവ ഏക ത്വം ഏവ ജഗത് ഏതത് അമുഷ്യ യത് തത്വം. ത്വം പറഞ്ഞെങ്കിൽ അതന്നെയാണ് ഉള്ളതൊന്നും ഉള്ളതെല്ലാം ഉള്ളതിന്റെ നാശമില്ല. നാശമുള്ളത് ഉള്ളതല്ല, ഉള്ളതുള്ളിൽ ഉള്ളതത്രേ. അത് തന്നെയാണ് പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഒറ്റ വരിനുള്ളിലാണ് ഏകസ്ത്വമേവ ജഗതേദമപുഷ്യയത്വം. പിന്നെന്താ പറയണത്? ആദ്യന്തയോ മൃതകവസ്യസി മധ്യതശ്ച. ആദ്യത്തിലും ഭഗവാനേ ഉള്ളൂ. പിന്നെന്താ പറയണത്? മധ്യത്തിലും ഭഗവാനേ ഉള്ളൂ, അവസാനത്തിലും ഭഗവാനേ ഉള്ളൂ. പിന്നെന്താണ്? സൃഷ്ട്വാ ഗുണവ്യതികരം നിജമായേദം നാനേവ തൈരവസിത തദനു പ്രവിഷ്ട. എന്താ അർത്ഥം നോക്കൂ. ഏകനായ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിന് മുമ്പും പിമ്പും അങ്ങ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അങ്ങ് അതുകൊണ്ട് പ്രപഞ്ചമായി കാണപ്പെടുന്ന ഈ അവസ്ഥയിൽ, ഇത് പ്രപഞ്ചമായി തോന്നുന്ന മധ്യാവസ്ഥയിലും അങ്ങ് സ്വതന്ത്രനായിട്ട് തന്നെ നിൽക്കുന്നു. അതാ പറയണത്. ആ അങ്ങയുടെ സ്വശക്തിയായ അങ്ങയുടെ തന്നെ ശക്തിയായിട്ടുള്ള മായയെ കൊണ്ട് ആ ത്രിഗുണങ്ങളുടെ പരിണാമത്തിലൂടെ നാനാരൂപമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശേഷം ഹേ ഭഗവാനെ അങ്ങ് തന്നെ അതിൽ പ്രവേശിച്ച് അതുകൊണ്ട് അങ്ങേക്ക് ഒന്നും ബാധിക്കാത്ത രീതിയിൽ വർത്തിക്കണമെന്ന് പറഞ്ഞതാണ്. സൃഷ്ടുവേ ഗുണവ്യതികരം നിജമായേദം നാനൈവ തൈരവസിത തദനു പ്രവിഷ്ട. ഈ ആളുകളൊക്കെ നല്ല രസമുള്ള വാക്കുകളൊക്കെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാനൈവ തൈരവസിത അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങ് തന്നെ ഇരിക്കുകയാണ്. എന്നാലോ ഇരുന്നിട്ട് ഇരിക്കാത്ത മാതിരി ഇരുന്ന് പോണു ഭഗവാൻ.
ഭഗവാൻ. ആ ശ്ലോകത്തിൽ അർത്ഥം നോക്കി എത്ര ഗഹനമായിട്ടുള്ള അർത്ഥം ഏതാണ്ടാ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിൽ. പിന്നെ പറയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാണ് ത്വംവായിദം സതസതീശ ഭവാം സദോന്യോ മായായതാത്മപരിബുദ്ധിരിയം ഹ്യവാർത്ത യദ് യസ്യ ജന്മനിധനം സ്ഥിതിരീക്ഷണം ച തദ്വൈ തദേവ വസുകാലവദർഷ്ടിതോ. പറയണ ആ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഹേ ഭഗവാനേ പറയാണ് കാര്യകാരണപൂർവമായിട്ടുള്ള ഈ പ്രപഞ്ചം. അടുത്തത് ഇങ്ങനെ സ്വാമിജി പറയണ്ടായി, കാര്യകാരണത്തെ പറ്റി പറയണ്ടായി. അതന്നെ പറയണത് എങ്ങനെയാണോ മരത്തിനുള്ളിൽ ഡസ്ക് ഉണ്ടാകുന്നു, ഡസ്കിനുള്ളിൽ മരം ഉണ്ടാകുന്നു, എങ്ങനെയാണോ ആഭരണങ്ങളിൽ സ്വർണ്ണം ഉണ്ടാകുന്നു, സ്വർണ്ണ ആഭരണത്തിലിരിക്കുന്നു, അതുമാതിരി കുടത്തിനുള്ളിൽ എങ്ങനെയാണോ മണ്ണുണ്ടാകുന്നു, അതേമാതിരി തന്നെയാണ് പറയുന്നത് അന്വയം വ്യതിരേകം എന്നുള്ള ഭാഗത്തില് കാര്യകാരണരൂപമായിട്ടുള്ള പ്രപഞ്ചം അങ്ങ് തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. ഈ സ്വർണവും ആഭരണവും രണ്ടും അങ്ങനെയാണ്. പക്ഷെ നാമരൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ആഭരണത്തിൻ്റെ ഉള്ളില് സ്വർണം പോലെ, സ്വർണത്തിൻ്റെ ഉള്ളില് ആഭരണം പോലെ എല്ലാത്തിലും അത് മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത് ത്വംവായിദം സദസ ഈശാ ഭവാൻ. എല്ലാത്തിലും ഹേ ഭഗവാനെ കാര്യകാരണ രൂപമായിരിക്കുന്ന പ്രപഞ്ചം അങ്ങ് തന്നെയാകുന്നു. പിന്നെന്താണ്? അങ്ങ് എങ്കിലും അങ്ങ് അതിൽ നിന്ന് ഭിന്നമായിട്ട് വർത്തിക്കുന്നു. സ്വർണ്ണക്കട്ടി വിചാരിക്കുക, അത് ആഭരണമായി, ആഭരണത്തിന് പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്വർണ്ണക്കട്ടി എന്ന് പറയില്ലല്ലോ. അതിനെന്താ പറയാ? കഴുത്തില് മിന്നീന്നോ മോതിരെന്നോ ആഭരണമെന്നോ നെക്ലസ് എന്നല്ലേ പറയുള്ളൂ. അതിന് സ്വർണ്ണം എന്ന് പറയില്ലല്ലോ. എന്താ അതിനുള്ളിൽ എന്താണുള്ളത്? അതാണ് ഭഗവാൻ വേറൊരു രൂപം കൊണ്ട്, വേറൊരു നാമത്തിൽ ഇരുന്നും കൊണ്ട് ഒന്നും അറിയാത്ത മാതിരി അതിരിക്കണു എന്നാ പറയണത്. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഈ ഏകത്വം കാരണം പ്രപഞ്ചം അത് മാത്രമേ ഉള്ളൂ. അതാണ് ഒന്നായ നിന്നൈഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ പദമുണ്ടാവതെല്ലാം അമ്മ പണ്ടേ കണക്ക് വരുവാൻ ഹരിനാമകീർത്തനത്തിൽ ഭഗവാൻ അത് തന്നെയാണ് പറയണത്. അപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏകത്വം കാരണം എന്റെയെന്നും അന്യന്റെയെന്നും ഈ ദ്വൈതഭാവങ്ങള്, ആ ചിന്ത അർത്ഥമില്ലാത്തതാണ് പറയുന്നത്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിറഞ്ഞിരിക്കുന്നത് ഈ ഭഗവാൻ തന്നെ ആവുമ്പോൾ ഞാനെന്നോ എന്റേതെന്നോ നിന്റേതെന്നോ എന്നുള്ള ചിന്ത ഇല്ലാത്ത രീതിയിൽ വേണം എല്ലാവരും ജീവിക്കാൻ. നമ്മളൊക്കെ എന്താ ചെയ്യാ? എല്ലാം അങ്ങനെ വാരി ഇങ്ങനെ കൂട്ടി എന്റെയാണ് പറഞ്ഞുകൊണ്ട് ആരുടെ മുതലാ? ഭഗവാന്റെ മുതല്. ഭഗവാൻ നാളെ ബാലലീലയിൽ പറയും. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞത്, എവിടേക്ക് എന്റെ മുതൽ കട്ടെടുത്തിട്ട് ഭഗവാൻ പറയണ്ടേ, ഗോപികമാരെ നിങ്ങൾ എന്റെ മുതൽ കട്ടെടുത്തിട്ട് എന്നെ നിങ്ങൾ കള്ളാന്ന് വിളിക്കേ, നവനീത ചോരാന്ന് വിളിക്കുന്നുണ്ട്, എന്നെ കള്ളാന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നത്? എന്റെ മുതലല്ലേ കാണുന്നത്? നിങ്ങളൊക്കെ മരിച്ചു പോണതല്ലേ, ഞാൻ മാത്രം മരിക്കണില്ല. എന്റെ മുതലൊക്കെ നിങ്ങൾ കയ്യിലെടുത്തിട്ട് നിങ്ങളിപ്പോ എന്താണ് എന്റെ എന്ന് പറഞ്ഞിരിക്കേ? അത് നിങ്ങൾ തെറ്റല്ലേ പറയണത്? അപ്പൊ നിങ്ങൾ ആരെ കണ്ടാൽ നിങ്ങളല്ലേ എന്റെ മുതൽ കട്ടിരിക്കണത്? ഞാൻ നിങ്ങളുടെ മുതലെടുത്തിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിക്കില്ലേ? അതേമാതിരിയാണ് ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ എന്നും അന്യന്റെ എന്ന ചിന്ത അർത്ഥമില്ലാത്തതാണ് ഹേ ഭഗവാനെ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം അങ്ങയിൽ നിന്നുണ്ടായി, അങ്ങയിൽ തന്നെ നിലനിന്ന്, അങ്ങയിൽ തന്നെ ലയിക്കുന്നത് കാരണം എല്ലാം അങ്ങ് തന്നെയാകുന്നു. അതാണ് യത് യസ്യ ജന്മനിധനം സ്ഥിതിരീക്ഷണം ച തദ് വൈ തദേവ വസുകാലധിഷ്ഠിതർവോ. നോക്കൂ, ആ ശ്ലോകത്തിൽ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയിൽ നിന്ന് ഉണ്ടായി, അങ്ങയിൽ നിന്ന് നിലനിന്ന് അങ്ങയിലേക്ക് തന്നെ ലയിക്കുന്നത് കാരണം എല്ലാം അങ്ങ് തന്നെയാകുന്നു. അതായത് അതാ പറഞ്ഞത്, ഞാൻ ഇന്നലെ പറഞ്ഞു ആരുണ്ടായേ മാവ ഉണ്ടായേ മാങ്ങയുടെ അണ്ടി ഉണ്ടായത് ചോദിച്ചതിന്റെ ഉത്തരാണ് അതാ പറയണത്. എന്താ പറയണത്? തദ് വൈ തദേവ വസുകാലധിഷ്ഠിതർവോ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വസ്തു തന്നെ വിത്തായിട്ടും വൃക്ഷമായിട്ടും മാറി മാറി കാണപ്പെടുന്നത് പോലെ. ഒരു വസ്തു തന്നെയാണ് വൃക്ഷമായിട്ട് നിൽക്കുന്നതും എല്ലാ വസ്തുക്കളിലും ആത്മാവ് അവയുടെ സത്തായിട്ട് മാറ്റമില്ലാതെ വർത്തിക്കുന്നു. അതാ പറഞ്ഞത്. ഈ ഒരു വിത്തുണ്ടെന്നുണ്ടെങ്കിലും അത് വൃക്ഷമായാലും വിത്തും ഭഗവാനാണ്, വൃക്ഷവും ഭഗവാനാണ് എന്നുള്ള ബോധം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് എന്ത് പഠിക്കണം? ബ്രഹ്മത്തെ പറ്റി അറിയാൻ പഠിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ആദ്യം വിത്തുണ്ടായത്, മരം ഉണ്ടായത്, ആദ്യം കോഴി ഉണ്ടായത്, മുട്ട ഉണ്ടായത് ആദ്യം മനസ്സിലാവും. ആദ്യം എന്ത് വേണം? പരിശ്രമിക്കണം, പഠിക്കണം.
പഠിക്കണം, ഈ തത്വം അറിയണം, ഈ പറഞ്ഞ ശ്ലോകം പഠിച്ചു കഴിയണം, ഈ ശ്ലോകം ചൊല്ലിക്കൊടുക്കണം എന്നതിന് അർത്ഥം പറഞ്ഞു കൊടുത്താൽ കുട്ടികളുടെ ഡൗട്ടൊക്കെ മാറിക്കിട്ടുന്ന പറയുന്നത്. പിന്നെന്താ പറയണത്? നസ്യേതമാത്മനി ജഗദ്വിലയാംബുമധ്യേ ശേഷ ആത്മനാ നിജസുഖാനുഭവോ നിരീഹ യോഗേന മീലിതദൃഗ ആത്മനിരീത നിദ്ര തുര്യേ സ്ഥിതോ നതു തമോ ന ഗുണാംശയുംഷേ. പറയുകയാണെങ്കിൽ ഭഗവാനെ, പ്രപഞ്ചത്തെ അങ്ങയിൽ തന്നെ വിജയിപ്പിച്ചും കൊണ്ട് ആത്മാനന്ദത്തിൽ മുഴുകി യോഗത്താല് കൺകോളകളച്ച് ആത്മബോധാനന്ദം കൊണ്ട് നിദ്രയെ അകറ്റിയിട്ട് അങ്ങ് എപ്പോഴും തുര്യാവസ്ഥയിലിരിക്കുകയാണ്. ഭഗവാൻ എപ്പോഴും ധ്യാനനിരതനായിട്ട് ആ പ്രപഞ്ചത്തെ അങ്ങയിൽ തന്നെ വിജയിച്ചുകൊണ്ടാണ്, എപ്പോഴും ധ്യാനനിരതനായിട്ടാണ് അങ്ങ് തുര്യാവസ്ഥയിൽ പ്രളയജലത്തിൽ ശയിക്കുന്നു. ആരുടെ ശിശുവിനെ കണ്ടില്ലേ? എന്താ, എല്ലാം തന്നെ പ്രപഞ്ചത്തെ തന്നെ കുഷിയിലാക്കിയിട്ട് ഒരു കാലിൽ സള്ളവരത്തിൽ കടിച്ചും കൊണ്ട് ആ ഭഗവാൻ എങ്ങനെ എന്താണ് ആലിൻ്റെ ഇലയില് ആ കടക്കുന്ന രൂപത്തില് ആണ് ഈ പ്രപഞ്ച ശിശു ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് അവിടെ സുഷുപ്തിയില് അങ്ങ് എപ്പോഴും ഈ പറഞ്ഞ തുര്യാവസ്ഥയിലിരിക്കുകയാണ്. സുഷുപ്തിയിൽ നമുക്കൊക്കെ എന്താണ്, ഉറങ്ങിയില്ലെങ്കിൽ എന്താണ്, ഒരു ബോധം ഉണ്ടാവില്ല അല്ലെ? അജ്ഞാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ജാഗ്രത സ്വപ്നാവസ്ഥകളിലോ അതില് വിഷയാനുഭവങ്ങൾ ഉണ്ടാവും. വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുമ്പോൾ നമുക്ക് വിഷയങ്ങളുടെ അനുഭവസ്ഥകൾ ഉണ്ടാവും. സ്വപ്നത്തിൽ നമ്മൾ വിഷയങ്ങളുടെ അനുഭവങ്ങൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് അജ്ഞാനം ഉണ്ടാകും, ഒന്നും അറിയില്ല, പൂർവ്വം വെച്ച് നമ്മൾ കടന്നുറങ്ങുന്ന പറയുന്നത്. അങ്ങനെയുള്ള വിഷയാനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തസ്യൈവ ദേവപുരിതം നിജകാലശക്ത്യാ സംയോജിത പ്രകൃതിധർമ്മണ ആത്മഗൂഢം അംബസ്യാനന്ദശരദാത് വിരമൽ സമാധേ അഭേരഭൂത് സ്വകണികാവടമൻ മഹാജ്യം. പറയണം, ആ ബ്രഹ്മദേവൻ എങ്ങനെയാണോ തൻ്റെ പത്മത്തിൽ ബ്രഹ്മദേവൻ ജനിച്ചത് അതിനെ പറ്റിയിട്ട് പറയാണ്, ഹേ ഭഗവാനെ, ഈ പ്രപഞ്ചം അങ്ങയുടെ സ്ഥൂലരൂപമാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തന്നെയാണ് പ്രപഞ്ചത്തില് സ്ഥൂലരൂപമായിട്ട് നിറഞ്ഞു നിൽക്കണം, അങ്ങ് തന്നെയാണ്. അങ്ങനെ ആ പ്രളയജലത്തില് അനന്തശയ്യയിൽ നിന്ന് ഉണർന്നപ്പോൾ അങ്ങ് കാലമാകുന്ന ആ ശക്തിയെ കൊണ്ട് പ്രകൃതിയെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അതായത് കാലത്തിന്റെ ബേസില് എന്തുണ്ടായി? മായാശക്തിയോട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതായത് ഭഗവാന്റെ തന്നെ ശക്തിയായ മായാദേവിയോട് കാലത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറഞ്ഞു. എന്തുണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വേണം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ദോശ ചുടണമെന്നുണ്ടെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമായിട്ട് ചട്ടി വേണം. ആ ചട്ടി വേണമെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ഹെൽപ്പ് വേണം. അത് മാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മാവ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള അരി വേണം, ഇല്ലേ? അത് കുതിർത്തിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അരച്ചുണ്ടാക്കുമ്പോഴേക്കും അതാണ് ഭൂമി. പിന്നെ അതിന് ജലം വേണം, പിന്നെ അതിന് അഗ്നി വേണം, പിന്നെന്ത് വേണം? അതിന് വായു വേണം, അതിന് വേണ്ടിയിട്ട് ആകാശം വേണം, ഇല്ലേ? ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രപഞ്ചം മാത്രമേ എന്ത് കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പഞ്ചഭൂതങ്ങളില്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ അതിനെ പറ്റിയിട്ട് പറയാണ്, എന്താ പറഞ്ഞത്? ഈ പ്രപഞ്ചം അങ്ങയുടെ സ്ഥൂലരൂപം തന്നെയാണ് ഭഗവാനെ. ആ പ്രളയത്തില് അനന്തശയ്യയിൽ നിന്ന് അങ്ങ് ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ കാലമാകുന്ന ശക്തിയെ കൊണ്ട് പ്രകൃതിയെ പ്രവർത്തനമുഖിയാക്കിയതിനു ശേഷം ആ വിത്തിൽ ലയിച്ചു കിടക്കുന്ന, അതാണ് വിത്തിൽ ലയിച്ചു കിടക്കുന്ന വടവൃക്ഷം വളർന്ന് വലുതാകും പോലെ. എങ്ങനെയാണോ ഒരു വിത്ത് ഒരു ആൽമരത്തിന്റെ ചെറിയ വിത്ത് പോയിട്ട് വലിയ വടമരമായി തീരുന്നത് പോലെ വലിയൊരു താമര ഉണ്ടായി. അങ്ങയുടെ ആ താമരയുടെ രൂപത്തില് അങ്ങയുടെ ഉള്ളിലുള്ള വിത്ത് താമര പോലെ വലുതായതിനു ശേഷം അത് അങ്ങയിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. നാഭേരഭൂത്, അങ്ങയുടെ നാഭിയിൽ നിന്ന് ഒരു വിത്ത് വലുതായിട്ട് ഒരു സാധനം എന്താണ് വലിയ അബ്ജം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? താമര പുറത്തേക്ക് വന്നു എന്നാകുന്നത്. അതിനെന്താണ്ടായത്? തൽ സംഭവ കവരതോ അന്യതവശ്യമാന ത്വാം ബീജമാത്മനിതതം സബഹിർവിചിന്യ നാവിന്ദദബ്ദശതസ്മത്സു നിമജ്ജമാനോ ജാതേന്ദുരോ കഥമുഖോ ലഭേതബീജം. പറയാതെ ഭഗവാനെ, ആ താമരയിൽ നിന്നുണ്ടായിട്ടുള്ള ബ്രഹ്മദേവൻ അതല്ലാതെ വേറൊന്നും
കണ്ടില്ല എന്നാ പറയണത്. അതായത് താമരയുടെ നൂലുണ്ട്, ആ നൂലിൽ പോയിട്ട് ഉയർന്ന ഉയരത്തില് സൃഷ്ടി ഉണ്ടായപ്പോൾ അത് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചപ്പോൾ അത് നമ്മൾ പറയുന്ന കഥകളൊക്കെ കേട്ടിട്ടുള്ളതാണ്. സൃഷ്ടി സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രഹ്മദേവൻ ചുറ്റും നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എന്ന് പറയണത്. ആ എവിടുന്നാണോ താൻ ഉണ്ടായത്, ആ ഉത്ഭവസ്ഥാനം എവിടുന്നാണ് ഉണ്ടായത് എന്ന് കണ്ടില്ല എന്നാണ്. ത്വാം ബീജമാത്മനി, തൻ്റെ ബീജം എവിടുന്നാണ് ഉണ്ടായത് എന്നുള്ളത് ആർക്കറിഞ്ഞില്ല, ബ്രഹ്മത അറിഞ്ഞില്ല. പിന്നെ തതം സ്വബഹിർവിചിന്യ, ഞാൻ എവിടേക്കാ വന്നത്, എങ്ങനെയാ വന്നത്, എങ്ങനെ ഉണ്ടായിരുന്നത് ഞാൻ ആ ബ്രഹ്മദേവൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, എത്ര വർഷം അത് മനസ്സിലാവാണ്ട് തബ തബ എന്നൊരു ശബ്ദം കേട്ടത്, അശ്രീന് കേട്ടത് കൊണ്ട് എന്താണത്, നാവിന്ത്യ അബ്ദശതമപ്സു നിമജ്ജമാനോ, അതായത് 100 ദിവ്യ സംവത്സരക്കാലം ആ പ്രളയജലത്തില് കീഴ്പോട്ട് പോയിട്ട് തപ്പി നോക്കിയൊക്കെ കണ്ടില്ല എന്നാ പറഞ്ഞത്. എങ്ങനെ കണ്ടത്? ഹേ ഭഗവാനെ, എങ്ങനെയാണ് ബ്രഹ്മദേവൻ അങ്ങയെ കാണാൻ പറ്റുക? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേ ഭഗവാനെ, ജാത അങ്കുരേ കഥം കഥമു ഉപലഭേദ ബീജം. നമ്മളിപ്പോ മാങ്ങണ്ടി കുഴിച്ചിട്ടുള്ള അത് മാവായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി അതിന്റെ കണക്കിൽ പോയിട്ട് തപ്പി നോക്കിയാൽ മാങ്ങണ്ടി കാണുമോ? ഇല്ലല്ലോ. അതേമാതിരി ആ ബീജം എന്താണ്, ബ്രഹ്മദേവന്റെ ആ ബീജം എന്താണോ തപ്പാൻ പോയിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാവില്ല. അതിന് ഉദാഹരണം, ഒരു പയറിന്റെ മണി കൊണ്ട് പോയിട്ട് കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉയർന്ന് വലുതായി വന്നിട്ടുണ്ടെങ്കിൽ പയറിന്റെ അടി പോയിട്ട് കാണുക, അത് വേരായിട്ട് മാറിയിട്ടുണ്ടാവും. ആ വേരായിട്ട് മാറിയിട്ടുണ്ട്, അതാണ് ബീജം അവിടെ ഉണ്ടാവില്ല. അപ്പം എന്തായി, ആ മരം അങ്ങനെ വലുതായ മാതിരിയാണ് എന്താ പറയണത്. അതുകൊണ്ട് അവിടെ പോയിട്ട് തപ്പി നോക്കിയിട്ട് ഹേ ഭഗവാനെ എന്ത് കിട്ടാനാണ് എന്താ പറയുന്നതാണ്, ബീജം കാണാൻ സാധിക്കില്ല. പിന്നതാണ് സത്വാത്മയോനി അതിവിസ്മിത ആസ്ഥിതോബ്ജം കാലേന തീവ്രതപസാ പരിശുദ്ധ ഭാവ ത്വാമാത്മനിശ ത്വാം ആത്മനീശ ഭുവിഗന്ധമിവാതി സൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിദതം ദദർശ. അപ്പോൾ ഇതിലുണ്ടായേ ബ്രഹ്മദേവൻ വീണ്ടും ആ താമരയിലാണ് ഇരിപ്പുറപ്പിച്ചു എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ താമരയുടെ ഉത്ഭവം കാണാൻ സാധിക്കാതെ വന്നപ്പോൾ ആകെയുണ്ട് വിസ്മിതനായിപ്പോയി ബ്രഹ്മദേവൻ, വിസ്മിതനായിപ്പോയി. പുറമേ അങ്ങയെ കാണാത്തത് കൊണ്ട് എവിടെ നോക്കിയാലും വെള്ളം മാത്രമേ ഉള്ളൂ, ഒന്നും അന്തല്ല. അങ്ങനെ ആരും കാണാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് വിചാരിച്ചു, തപ തപ എന്ന ശബ്ദം കേട്ടത് കൊണ്ട് ഏകാഗ്രതയാകുന്ന തപസ് ആ ദീർഘകാലം അനുഷ്ഠിച്ചും കൊണ്ട് പരിശുദ്ധ മനസ്സോട് കൂടിയപ്പോൾ ആ ഭൂമിയിൽ എങ്ങനെയാണ് ബന്ധമെന്ന പോലെ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, അന്ധകരണങ്ങള് ഇവയൊക്കെ തന്നിൽ നിന്ന് തന്നെ അതിസൂക്ഷ്മമായിട്ട് ഭഗവാന്റെ സാന്നിധ്യം ദർശിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്. അതാണ് നമ്മൾ ആ ബ്രഹ്മസ്തുതിയൊക്കെ ഭാഗവത്തിൽ തുടക്കത്തിലേ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ദർശിച്ചു പറയാണ്. അതിനുശേഷം പറയാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാംകുലം പുരുഷേതം സർവം യദ്ഭൂതം യക്ഷഭവ്യം ഉദാമൃതസ്യേഷാനോ യതന്നേനാദിരോഹവി ഏതാവാനസ്യ മഹിമ അതോ ജായാംശ പുരുഷാവാദോഭൂതാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ പുരുഷ സൂക്തത്തിന്റെ ശ്ലോകമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആര് പ്രഹ്ലാദൻ ഭഗവാനെ സൂചിക്കുകയാണ്. എന്താണ്? ഏവം സഹസ്രവദനാകൃശിരക്കരോരുനാസാസ്യ കർണനയനാഭരണായുധാഢ്യം മായാമയം സതുപരക്ഷിത സന്നിവേശം ദൃഷ്ട്വാ മഹാപുരുഷഭാവ ഉദം വിരിഞ്ച. ആ വിരിഞ്ച ബ്രഹ്മദേവൻ കാണുകയാണ്. ആരെ കാണുന്നത്? ആ പറയാ ഭഗവാനെ കാണുകയാണ്. എന്താണ്? വിരാട് സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ കാണുകയാണ്. എങ്ങനെയാണ്? കണക്കറ്റ മുഖങ്ങൾ എന്താ പറയുന്നത്? സഹസ്രശീർഷ. സഹസ്രം എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണം പെടാത്തത് എന്നാ പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് 33 കോടി ദേവന്മാരെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ 33 കോടി ദേവന്മാരൊന്നും ഇല്ലാതെ വെറുതെ പറയാ. ഈ 33 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഈ കോടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോടി പറഞ്ഞതിന്റെ ശ്രേഷ്ഠം എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. അല്ലാണ്ട് 33 കോടി പറഞ്ഞിട്ട് എടുത്ത് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 1 കോടി 10 കോടി 3 കോടി അങ്ങനെ 33 കോടി ദേവന്മാരൊന്നും എവിടെയും പറയണില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ ചിന്താഗതി മാറ്റാത്ത കാരണം കൊണ്ടാ. 33 കോടി ദേവങ്ങൾ എന്നർത്ഥം. കോടി പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നേ പറഞ്ഞിട്ടുള്ളൂ. 33 കോടി ദേവഗണങ്ങള്, അതായത് 33 ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദേവഗണങ്ങൾ മാത്രം
കേട്ടോ. ആകെ 33 പേരേ ഉള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33 ദേവന്മാർ ആരാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വാദശ ആദിത്യന്മാര്, ഏകാദശ രുദ്രന്മാര്. ദ്വാദശാദിത്യന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ദ്രനൊക്കെ വിട്ടു, എല്ലാവരും വിട്ടു. 11 സൂര്യന്മാര്, പിന്നെന്താണ് ഏകാദശ രുദ്രന്മാര്, 11 ശിവന്മാര്, അഷ്ടവസുക്കള്, 8 വസുക്കള്, പിന്നെന്താണ് 2 അശ്വിനി ദേവന്മാര്. എത്രയോ 33. ഈ 33 ഇതിനാണ് പറഞ്ഞ് 33 കോടി പറഞ്ഞ് നമ്മൾ കടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഏത് ദേവനെ പോയിട്ട് തൊഴേണ്ടത് ഒരു വീട്ടിലാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? 33 കോടി നമ്മൾ പറഞ്ഞ എല്ലാവർക്കും ഇപ്പൊ മുസ്ലിം സഹോദരനായ ഒറ്റ ദൈവമേ ഉള്ളൂ. ആർക്ക് അതുമായി തിരിക്കും അതേ ഉള്ളൂ. എന്താ പറയാ, ക്രിസ്ത്യൻ സമുദായത്തിന് 3 ഉള്ളൂ, വായുഗുരുവും അതന്നെ ഉള്ളൂ, എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, ബുദ്ധനും ഒന്നേ ഉള്ളൂ. നമുക്ക് മാത്രം 33 കോടി. എന്തൊരു വിരോധാഭാസമാണ്. നമ്മളിത് മനസ്സിലാക്കണം. 33 കോടി എന്ന് പറഞ്ഞാൽ 33 ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദേവന്മാരാണ് 33 കോടി. അത് ഏകാദശ രുദ്രന്മാരും ദ്വാദശാദിത്യന്മാരും അഷ്ടവസുക്കളും അശ്വിനി ദേവന്മാരായിട്ട് 2 കൂടുമ്പോൾ 33. അല്ലാണ്ട് അതിലൊന്നും നമ്മൾ പിന്നാലെ പോയിട്ട് കാര്യമില്ല. നമ്മൾ അത് കാരണം എന്താ പറഞ്ഞത്, ഇവിടെ പറയാണ് കണക്ക് സഹസ്രം എന്ന് പറഞ്ഞ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മുഖങ്ങള്, 1000 കയ്യ്, 1000 കാല്, ഇതൊക്കെ കാണാൻ വല്ല ഭംഗി ഉണ്ടാവുമോ? നമ്മൾ കാണുന്ന കൃഷ്ണൻ എന്താ ഒരു ഓടക്കുള്ളിലും പിടിച്ചും കൊണ്ട് ഒരു കീലും കാർത്തും കൊണ്ട കൃഷ്ണനെ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനത്തെ ആളടുത്ത് പോയിട്ട് നമ്മൾ പോയി പറയാനുള്ളത് 1000 മുഖമുള്ള കൃഷ്ണനെ. ഇപ്പൊ നമ്മൾ പറയണ്ടേ എന്താ ഈ ദശാനന രാവണൻ എന്ന് പറഞ്ഞാൽ എത്ര 10 മുഖണ്ട് പറയണ്ടേ? എന്താ രാവണന് 10 മുഖമുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. വെറുതെ ആരെങ്കിലും ഇതിന് പറഞ്ഞുകൊണ്ട് ദശാനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദശം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഇല്ലേ? 10 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം പറഞ്ഞിട്ടുള്ള ഗുണങ്ങളും 3 ത്രിഗുണങ്ങളെല്ലാം കൂടിയിട്ടുള്ള 10 ദുഷ്ടതയുള്ള ആൾക്കാരാണ് ആരുന്നത്. രാവണൻ ഭക്തനാണ്. സത്വഗുണമുള്ള കാരണമാണ് രാവണൻ ഭക്തനാവുന്നത്. അപ്പോൾ ഈ 10 മുഖങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഭാവങ്ങളിലാണെന്ന് അർത്ഥമുള്ളൂ. പറയുന്നത് ദശാനന് ഒരാൾ ഒരു മുഖേ ഉള്ളൂ. നമ്മളത് 10 ആ ഒരു മുഖം കൊണ്ട് നമുക്കേ ജീവിക്കാൻ പറ്റില്ല. അത് 10 ഉണ്ടെങ്കിൽ ദശാനന് എത്ര വായി കൂടെ കഴിക്കണം? നമുക്ക് ഒന്നുകൂടെ കഴിക്കുന്നെങ്കിൽ വയറ് തീർക്കില്ലേ? 10 വായി കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കുമോ? ചിന്തിക്കുമോ? അല്ല. അങ്ങനെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകരുത്. അപ്പോൾ പോട്ടെ, അത് പോട്ടെ, അതുപോലെ പിന്നെയും വഴി തെറ്റിപ്പോവുള്ളൂ. അപ്പം ഇവിടെ ആ കണക്ക്, അതായത് ഏവം സഹസ്രവദനാസ്യകർണനയനാഭരണായുധാഢ്യം പറയാണ്. കണക്കറ്റ മുഖങ്ങള്, കാലുകള്, തലകള്, കൈകള്, തുടകള്, നാസികകള്, നാസ്യ അസ്യ കർണ നയന ആഭരണായുധാഢ്യം എന്നാ പറയുന്നത്. അതായത് നാസികകള്, വായകള്, കണ്ണുകള്, ആഭരണങ്ങള്. അത് മാത്രം പോരാ, ആയുധാഢ്യ എന്ന് പറഞ്ഞ ആയുധങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് സർവശക്തി സമന്വിതവും പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളോട് സമാനമായ അംഗങ്ങളോട് കൂടിയിട്ടുള്ള മഹാപുരുഷനായിട്ടുള്ള ആ ഭഗവാനെ അങ്ങയെ കണ്ട് ബ്രഹ്മദേവൻ കണ്ടു. ഈ ശ്ലോകത്തിൽ അതാ പറഞ്ഞത്. എന്താണോ ബ്രഹ്മദേവൻ കണ്ടത്, ആ വിരാട് പുരുഷനെ കണ്ടു. ആ വിരാട് പുരുഷന്റെ എന്താണ് ഭാവത്താണ്? അതാണ് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്ര. അതാ ഇവിടെ പറയണത്. പ്രഹ്ലാദൻ പറയാണ് ഏവം സഹസ്രവദനാംഗി പറയണത്. അങ്ങനെയാണ് ഇത്ര ഭഗവാനുള്ളത്. ഇങ്ങനെ ആ ഭഗവാനെ കണ്ടപ്പോൾ ആർക്കെന്തുണ്ടായി? ബ്രഹ്മദേവന് സന്തോഷമായി എന്നാണ് പറയണത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണെന്നാണെങ്കിൽ തസ്മാൻ ഭവാൻ ഹയശിരസ്തനുവം ച ബിഭ്രത് വേദദ്രുഹാവതിബലൗ മധുകൈഡഭാക്യൗ ഹത്വാനയത് ശ്രുതിഗണാം സുതരജസ്തമശ്ച സത്വം തവ പ്രിയതമാം തമ്മനന്ദി. നോക്കൂ, എന്താ അർത്ഥം അറിയോ? അവിടെ ഹയഗ്രീവനായിട്ട് ഭഗവാൻ അവതരിച്ച കാര്യം പറയാണ്. നമ്മളിപ്പോ വിദ്യാഗോപാല മന്ത്രമൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട്. ഹയഗ്രീവമൂർത്തി അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യ കൊടുക്കുന്നത് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. വിദ്യാഗോപാല മന്ത്രത്തിനെ പോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്, ഹയഗ്രീവ മന്ത്രം. കുട്ടികളതൊക്കെ ദിവസം ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബുദ്ധി വികസിക്കാനുള്ള മന്ത്രം ഹയഗ്രീവ മന്ത്രമാണ്. അപ്പോൾ ഹയഗ്രീവനായി അതാണ് തസ്മാൻ ഭവാൻ ഹയശിരസ്തനുഭവം തനുവം ച ബിഭ്രത് എന്നാ പറഞ്ഞത്. ആ സമയത്ത്
ഹയഗ്രീവനായിട്ട്, അതായത് ബ്രഹ്മദേവൻ ഇങ്ങനെ പുരുഷ സൂക്ത ചൊല്ലി സ്തുതിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭഗവാനെ, ഹേ ഭഗവാനെ, അങ്ങ് ഹയഗ്രീവനായിട്ട് അവതരിച്ച് എല്ലാ വേദങ്ങളെയും അങ്ങ് വേദദ്രോഹികളായിട്ടുള്ള രജസ്തമോമൂർത്തികളായിട്ടുള്ള മധുകൈടവന്മാര്. അപ്പം എന്താണ്, അതായത് വേദങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ രജസ് തമസ് പറഞ്ഞിട്ട് രണ്ട് ഗുണങ്ങളില്ലാണ്ടാവണം. മധുകൈടവന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും രണ്ട് അസുരന്മാരെന്നൊക്കെ വിചാരിക്കും. ഭഗവാനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ത്രിഗുണങ്ങളിൽ രജസ്സായിട്ടുള്ള തമസ്സായിട്ടുള്ള മധുകൈടവന്മാരെ വധിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? എന്തിനാ ഹയഗ്രീവമൂർത്തിയെ കൊണ്ടുവന്നത്? ബുദ്ധി രാക്ഷസനാണ് ഹയഗ്രീവമൂർത്തി. നമുക്ക് ബുദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? സത്വഗുണം വർദ്ധിക്കണം. സത്വഗുണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക? നമുക്ക് മോക്ഷം കിട്ടും. ഇല്ലേ? മോക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടായി, മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം എന്ന് ഞാൻ പറയണ്ടായി. ഇല്ലേ? അപ്പോ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മധുകൈടവന്മാരെ വധിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ മധുകൈടവന്മാരാകുന്ന രണ്ട് അസുരന്മാർ നമ്മുടെ ഉള്ളിലുള്ള രജോ ഗുണം തമോ ഗുണം പറഞ്ഞ രണ്ട് അസുരന്മാർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവരെ ഭഗവാൻ തന്നെ ഹയഗ്രീവമൂർത്തിയായിട്ട് ബുദ്ധിരാക്ഷസനായി വന്ന് വധിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ നമ്മൾ ഹയഗ്രീവനും അതുമാതിരി മധുകൈടവന്മാരുടെ താത്വിക ചിന്തയിലേക്ക് എല്ലാവരും പോകണം എന്നാണ് പറയണത്. എന്നിട്ട് എന്ത് ചെയ്തു? എടുത്തിട്ട് ആ ഹയഗ്രീവൻ പോയിട്ട് എല്ലാം എടുത്തു കൊടുത്തു എന്നാ പറഞ്ഞത്. അങ്ങനെ എന്താണ്? ഹത്വാനയത് ശ്രുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദങ്ങളെന്ന് അർത്ഥമുള്ളൂ. ആ വേദഗണങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് എന്താണ്? ആ സത്വഗുണമയ രൂപമായിട്ടുള്ള ഈ രൂപം അങ്ങയുടെ ഏറ്റവും പ്രിയമായ മൂർത്തിയാണെന്ന് വിദ്വാൻമാർ പറയപ്പെടുന്നു. അങ്ങയുടെ ഈ പറഞ്ഞ ഹയഗ്രീവമൂർത്തി ഏറ്റവും ഗുണകരമായിട്ടുള്ള മൂർത്തിയാണ് എന്ന് പറയപ്പെടുന്നു. അതാണ് സത്വം തവ പ്രിയതമാന്തനുമാമനന്തി. ഹേ ഭഗവാനെ, ഏറ്റവും പ്രിയമായിട്ടുള്ള, അതായത് എല്ലാം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂർത്തി അങ്ങയുടെ ഹയഗ്രീവമൂർത്തിയാണ്. ഹയഗ്രീവമൂർത്തി പറഞ്ഞ എന്താണ്? വേറൊരു രൂപമാണ്. ഹയഗ്രീവന്റെ മുഖം എന്താ? ഹയം എന്ന് പറഞ്ഞ എന്താ? കുതിര. ഇല്ലേ? കുതിരയുടെ മൂർത്തി പറഞ്ഞു. ആ കുതിരയുടെ മൂർത്തിയാണ് ഏറ്റവും നല്ലത്. അങ്ങയുടെ മുഖം കാണാനുള്ള ഭംഗിയില്ല എന്ന് പറഞ്ഞ മാതിരി. ഇല്ലേ? ഏറ്റവും നല്ല മൂർത്തി ഹയഗ്രീവമൂർത്തിയാണ് എന്ന് പറയുന്നത്. അതിനുശേഷം പറയാണ്, ഇവിടുന്നാണ് പറയാണ്, ഭഗവാന് ത്രിയുഗൻ എന്നൊരു പേര് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു ത്രിയുഗൻ്റെ ഇതൊക്കെ ഉണ്ട്, ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചാർധാമിലൊക്കെ പോകുമ്പോൾ നമ്മൾ പോയിട്ടുണ്ട്, ആശ്രമത്തിൽ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചാർധാമിൽ പോയപ്പോൾ ത്രിയുഗി ആശ്രമം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോഴും അവിടെ അത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ പ്രപഞ്ചം ഉണ്ടായതുകൊണ്ടുള്ള ഹോമകുണ്ടുണ്ട്, അവിടെ കത്തിക്കൊണ്ട് അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ശാരീരത്തിൽ പോയപ്പോൾ അവിടെയും കണ്ടു ഒരു ഹോമകുണ്ടത്തിൻ്റെ ആൾക്കാർ. അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുക. അങ്ങനെ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ത്രിയുഗൻ, ഭഗവാന് ത്രിയുഗൻ എന്നൊരു പേര് വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തം നൃതിര്യഗ ഋഷി ദേവ ഝഷാവതാരൈ ലോകാൻ വിഭാവയസി ഹംസി ജഗത് പ്രദീപാൻ ധർമ്മം മഹാപുരുഷവാസി യുഗാനുവൃത്തം ചന്നക്കലോ യത് ഭവസ്ത്രിയോ ത്രിയുഗോധ സത്വം. ഭഗവാന് പേരുള്ള കാര്യം പറയാൻ എന്തൊക്കെയാണ്? ഹേ ഭഗവാനെ, അങ്ങ് നൃ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരൻ, അതുമാതിരി തിര്യക്ക് പറഞ്ഞ മൃഗം, ഋഷി ദേവന്മാര്, അതുമാതിരി ഝഷം പറഞ്ഞ മത്സ്യം. അങ്ങനെ മനുഷ്യൻ, മൃഗം, മത്സ്യം, ഋഷി, ദേവൻ എന്ന് തുടങ്ങിയിട്ടുള്ള രൂപങ്ങളിൽ അങ്ങ് ഹേ ഭഗവാനെ അങ്ങ് അവതരിച്ച് അങ്ങ് സംഹാരം ചെയ്ത് ലോകങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതാത് യുഗത്തില് ഓരോരോ യുഗത്തിന് അനുരൂപമായിരിക്കുന്ന അങ്ങ് എപ്പോഴും ധർമ്മത്തെ സംരക്ഷിക്കുന്നവരാണ്. അതായത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഭഗവാൻ ഓരോരോ അവതാരങ്ങളെടുത്ത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ആ ധർമ്മത്തെ രക്ഷിക്കാനായിട്ട്, സനാതന ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങ് കലികാലത്തില് അങ്ങ് ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ത്രിയുഗൻ എന്ന് പേര്. 4 യുഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കലികാലമാണ്. ആ കലികാലത്തില് അത് അങ്ങ് ത്രിയുഗനായിട്ട് അങ്ങ് അറിഞ്ഞിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയാണ്, നൈതൻ മനസ്തവ കഥാസു വിഗുണ്ടനാദാ സംപ്രീയതേ ദുരിതദുഷ്ടമസാതു തീവ്രം കാമാതുരം ഹർഷശോകവൈഷണാർത്ഥം തസ്മിൻ ഗതം തവ ഗതിം വിമൃശാമി ദീനാ. പറയാണ്, ഹേ വൈകുണ്ഠനാഥ. അതാണ് വിഗുണ്ഠനാഥ. എന്താ വിഗുണ്ഠ വൈകുണ്ഠനാഥൻ പറഞ്ഞ അർത്ഥം? കുണ്ഠതകളില്ലാത്ത
സ്ഥലമാണ് വൈകുണ്ഠം. എന്താ വൈകുണ്ഠം എന്ന് പറഞ്ഞ അർത്ഥം? അവിടെ കഷ്ടപ്പാടില്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠത്തിന്റെ അർത്ഥം കഷ്ടപ്പാടില്ലാത്തതാണ്. ആ വികുണ്ഠനാഥ മനസ്തവകഥാസു വികുണ്ഠനാഥ ദുഷ്ടമസാധുതീവ്രാന്നറിയാണ്. ഹേ വൈകുണ്ഠനാഥ, ദുർവാസനകളാല് ദുഷിച്ച് സന്മാർഗത്തില് ചലിക്കാത്തതാണ് എൻ്റെ മനസ്സ്. നമ്മളെ മാതിരി എൻ്റെ മനസ്സുണ്ടല്ലോ എപ്പോഴും ദുഷ്ടവിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. സന്മാർഗത്തിൽ എൻ്റെ മനസ്സ് ചലിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അസുരനാണ്, അത് കാരണം ചലിക്കില്ല എന്ന് പറയുന്നത്. എൻ്റെ മനസ്സ് എപ്പോഴും എനിക്ക് അടക്കാൻ പ്രയാസമുള്ള ആ മനസ്സിന് എപ്പോഴും എന്താണ് ഉണ്ടാകുന്നത്? കാമാതുരം ഹർഷശോഭ ഭയ ഏഷണാർത്ഥം. എന്തൊക്കെയാണുള്ളത്? അതായത് കാമം, ഹർഷം, ശോകം, ഭയം, സന്താനം, സമ്പത്ത്, കീർത്തി എന്നിവയ്ക്കുള്ള ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ എപ്പോഴും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള മനസ്സാണ് എൻ്റേത്. ഈ മനസ്സുകൊണ്ട് ഹേ ഭഗവാനെ ഞാൻ എങ്ങനെയാണ് അങ്ങയെ അന്വേഷിക്കുക? അവൻ കുട്ടി ആര് പറയാണ്, പ്രഹ്ലാദൻ പറയാണ്, എങ്ങനെയാണ് ഭഗവാനെ ഞാൻ അങ്ങയെ ഇത് കാണാൻ പറ്റുക, അന്വേഷിക്കാൻ പറ്റുക? എന്നിട്ട് പറയാണ് ശ്രവണം ക്വച കർമ്മശക്തി ഇവ പറയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹേ അച്യുത പറയാണ്, അത് ഒരിക്കലും തൃപ്തി വരാത്ത ഈ എൻ്റെ നാവുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതാണ് നാവിനെ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. ഒരിക്കലും തൃപ്തി വരാത്ത എൻ്റെ നാവ് എന്നെ ഒരു വഴിക്ക് പിടിച്ചു വലിക്കണു എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് വരെ അതൊക്കെ സുഖങ്ങൾക്ക് പിന്നാലെ നാവ് എന്നെ പിടിച്ചു വലിക്കണോ, കാമം എന്നെ വേറെ വഴിക്ക് പിടിച്ചു വലിക്കണോ. അതാണ് എന്താണ് ശിഷ്ണോന്യതസ്തു ഉദരം ശ്രവണം പുതച്ച്. അതായത് ഉദരം എന്നെ വിഷ്ണു പറഞ്ഞ ഉദരം എന്നെ പിടിച്ചു വലിക്കണോ. ശ്രവണം, ഘ്രാണം, അതുമാതിരി ചപലമായിട്ടുള്ള ദൃഷ്ടികള്, കർമ്മേന്ദ്രിയങ്ങള്, ഇതൊക്കെ എന്നെ ഓരോ വഴിക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുക എന്ന് പറയുന്നത്. എൻ്റെ ശരീരത്തിലുള്ള ഈ മനസ്സാകുന്ന ആ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളെ കൊണ്ട് എന്നെ ഓരോരോ അവസ്ഥകളിലേക്ക് എന്നെ വലിക്കുകയാണ്. അത് എങ്ങനെ? അത് ഉദാഹരണം പറയണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബഹ്വ്യ സപത്ന്യ ഇവ ഗേഹപതിം ലുനന്തി. അതായത് 5 ഭാര്യമാരുള്ള ഒരാളെ 5 ഭാര്യമാരെ ഓരോരോ ഭാഗത്തു നിന്ന് വലിക്കുന്ന പോലെ. അതാണ് സപത്നി പറഞ്ഞെങ്കിൽ ഒരാൾക്ക് 2ഓ 3ഓ ഭക്തിമാരുണ്ടെങ്കിൽ ആ അയാളെ പല ഭാഗത്തു നിന്ന്, അതായത് ഓരോരോ ഭാര്യമാർ ചേർന്ന് അവരുടെ ഭർത്താവിനെ എന്ന പോലെ ഇവ ഹേ ഭഗവാനെ ഈ കാമം, ക്രോധം, ലോകം, മോഹം, കർമ്മേന്ദ്രിയങ്ങളിലെ ആഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് ഹേ ഭഗവാനെ എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് പറയാണ്. ഇവയൊന്നും ഈ സാധനങ്ങളെ കൊണ്ടൊക്കെ എനിക്ക് ഭഗവാനെ അങ്ങയെ ആശ്രയിക്കാൻ സാധിക്കില്ല എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഏവം സ്വകർമ്മപതിതം ഭവവൈതരണ്യാന്യോന ജന്മ മരണാശന ഭീതഭീതം പശ്യഞ്ജനം സ്വപരവിഗ്രഹ വൈരമൈത്രം ഹന്തേതി പാരചരവീ ബൃഹിമൂഢമധ്യ. പറയാണ് ഈ സംസാരമാകുന്ന വൈതരണിയിലെ ഹേ പാപികളെ ക്ലേശിപ്പിക്കുന്ന അതായത് സംസാരതരണി പറഞ്ഞെങ്കിലെ പാപികളെ ബുദ്ധിമുട്ടിക്കുന്ന യമലോകത്തിൻ്റെ നദിയുണ്ടത്രേ. അവിടെയാണ് നമ്മൾ പൂർവ്വകർമ്മത്തിൻ്റെ ഫലമായിട്ട് പതിച്ച് ജനനമരണങ്ങളൊക്കെ അനുഭവിച്ചും കൊണ്ട് ഭയപ്പെട്ടും കൊണ്ടും തൻ്റേത് അന്യൻ്റേത് എന്നുള്ള ഭേദബുദ്ധി കൊണ്ടൊക്കെ മൈത്രിയിലും വൈരത്തിലൊക്കെ കുടുങ്ങിയിട്ട് കഴിയുന്ന ആ ഞങ്ങളെ പോലെയുള്ള ജനങ്ങളെ ഭഗവാനെ അങ്ങ് കാണൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എത്ര കഷ്ടപ്പാട് അനുഭവിക്കുക, അങ്ങാണെങ്കിൽ സുഖിച്ചിരിക്കുകയാണ്, ഞങ്ങളാണെങ്കിൽ ഇതേമാതിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്ന ജനങ്ങളായിട്ടുള്ള ഭഗവാനെ ഞങ്ങളുടെ മോളിലേക്ക് ഒരു കാരുണ്യത്തോട് കൂടിയിട്ടൊക്കെ നോക്കൂ എന്ന് ആര് പറയാണ്? പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് പറയാണ്. ഈ നദിയുടെ കരയിൽ നിൽക്കുന്ന ഹേ ഭഗവാൻ, അതായത് വൈതരണി സംസാര വൈതരണി വന്ന ആ കരയിലെ അക്കരയിൽ അങ്ങ് നിൽക്കണു, ഞങ്ങൾ ഇക്കരയിൽ നിൽക്കണു, ഞങ്ങളെ എങ്ങനെ അങ്ങ് അക്കരയിലേക്ക് എത്തിക്കും എന്നുള്ളത് അങ്ങ് തന്നെ ഈ അങ്ങയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സംസാര വൈതരണി കടന്നിട്ട് എത്താൻ സാധിക്കുള്ളൂ എന്ന് പറയാണ്. ഭഗവൻ പ്രയാസമുത്താരണേസ്യ ഭവസംഭവലോപഹേതോ മൂഢേഷു വൈ മഹദനുഗ്രഹമാർത്തവന്തോ കിം തേന തേ പ്രിയജനാനനുസേവതാം.
പറയാണ് അർത്ഥബന്ധോ എന്ന് വിളിച്ചിട്ടാണ് ഇവിടെ ഭഗവാൻ ആര് പറയുന്നത്, ഈ കുട്ടി പറയണ പ്രഹ്ലാദൻ പറയാണ് എന്താണ്, അഖില ഗുരുവായിട്ടുള്ള ഭഗവാനേ എന്ന് വിളിക്കുകയാണ്. എല്ലാത്തിൻ്റെയും ലോകത്തിൻ്റെ ഗുരുവായ ഇതുമാതിരി അമ്മ വിളിച്ചു. ആര് വിളിച്ചു? ആരാദ്യം അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞില്ലേ? അതാണ് പറഞ്ഞത്. ആ അമ്മേനെ അതാണ് അഖില ലോക ഗുരുവായിരിക്കുന്ന ഭഗവാനെ ആ സങ്കല്പ മാത്രയാല് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾ നിർവഹിക്കുന്ന അങ്ങേക്ക് ഈ ജീവന്മാരെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിൽ എന്ത് പ്രയാസമാണ് അങ്ങേക്കുള്ളത്? ആ ഭഗവാനെ അങ്ങേക്കുള്ളത് ഒരു പ്രയാസമില്ല. എത്ര എളുപ്പമായിട്ടാണ് അങ്ങേക്ക് ഞങ്ങളെ കരകടത്താൻ പറ്റുക. ഹേ അർത്ഥബന്ധോ, അതായത് ദുഃഖിക്കുന്നവർ ബന്ധുവായിട്ടുള്ള ഹേ അർത്ഥബന്ധോ, അങ്ങ് അജ്ഞരിലെ അറിവില്ലാത്തവർക്ക് അങ്ങ് കാരുണ്യം പകർന്നു കൊടുക്കുന്നതാണ്. അങ്ങയുടെ ഭക്തന്മാർ സേവിക്കുകയും അവർ കാണിച്ചു തരുന്ന ഭക്തിമാർഗത്തില് ചരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഹേ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നതില് യാതൊരു അർത്ഥമില്ല. അതായത് എന്തൊക്കെ പറയുന്നത്, അതായത് അർഹിക്കാത്തവര് വർഷിച്ചാല് കാരുണ്യം നമ്മള് അതാ ഇവിടെ എന്താ പ്രഹ്ലാദൻ പറയുന്നത്, മൂഢേഷു വൈ മഹദനുഗ്രഹയാർത്ഥബന്ധോ, ഹേ ഭഗവാനെ അങ്ങ് വിചാരിക്കാണ്ട് ഞങ്ങൾക്കൊന്നും ഇത് കിട്ടില്ല. അതായത് ഭക്തിമാർഗത്തില് ഇപ്പോൾ ഭക്തന്മാരെ സേവിച്ചിട്ടും അവർ പറയുന്നത് കേട്ടിട്ടും അങ്ങയുടെ ഭക്തന്മാരെ സേവിച്ചുകൊണ്ടൊന്നും കാരുണ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് എപ്പോൾ കാരുണ്യം ചൊല്ലിയുന്നുവോ അന്ന് മാത്രമേ എനിക്ക് അങ്ങയുടെ കാരുണ്യവർഷം ചെയ്യുള്ളൂ എന്ന് പറയാണ്. പിന്നെ പറയാണ് ശോലേതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥമായ സുഖായ വരമുഖോ വിമൂഢാൻ. പറയാണ് ഹേ ഭഗവാനെ എൻ്റെ മനസ്സ് സദാ ഇന്ദ്രിയവരുടെ എന്താണ് ഗുണങ്ങളും ലീലകളും ഗാനം ചെയ്യുക എന്ന ആ അമൃത സമുദ്രത്തില് മുങ്ങിയിരിക്കുകയാണ്. എനിക്ക് എന്താ ഞാൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങയുടെ ഗുണങ്ങളെ കാട്ടിക്കൊണ്ടും അങ്ങയുടെ ലീലകളെ ആലോചിച്ചുകൊണ്ടും ഹേ ഭഗവാനെ നരസിംഹമൂർത്തി അങ്ങയിൽ നിന്ന് മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വൈതരണി കടന്നാലും എനിക്ക് യാതൊരു ദുഃഖവുമില്ല. ഞാൻ വൈതരണി കടക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങ് അറിഞ്ഞിരിക്കുകയാണ്. അങ്ങയുടെ കരകന്റെ ശിരസ്സിൽ സ്പർശിച്ചപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സ് ശുദ്ധമായി. എനിക്ക് ഈ വൈതരണി കടക്കേണ്ട ആവശ്യമില്ല പറയുന്നത്. അങ്ങനെ ആ ഭഗവാനിലും ഭക്തിമാർഗത്തിൽ എനിക്ക് വൈതരണി താല്പര്യമില്ല. പക്ഷെ അങ്ങൊരു കാര്യം ചെയ്യണം, ശോചേ തതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥേ. അതായത് ഈ അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാർക്കും മായാസുഖങ്ങളെ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്കും വിമൂഢനായിട്ടുള്ള ആൾക്കാർക്കും അതായത് അവരൊക്കെ അജ്ഞാനികളെ ചൊല്ലിയാണ് ഹേ ഭഗവാനെ ഞാൻ ദുഃഖിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അങ്ങയെ മനസ്സിലായി. എന്നെ പോലെ വിവരമില്ലാത്ത അച്ഛന്മാരായിട്ടുള്ള മൂഢന്മാരായിട്ടുള്ള മറ്റു ജനങ്ങളെ കൂടി അന്ന് ഈ സംസാര വേദന കടത്തി വേണമേ എന്ന് പറഞ്ഞാണ്. പിന്നെന്താ പറയുന്നത്, പ്രായേണ ഓടിപ്പോണ്ട ആവശ്യമില്ല, കുറച്ചൊന്നും ഓടിപ്പോവാണ്. രാജ്യങ്ങളിൽ ഇതൊക്കെ വിവരിക്കാൻ കുറയുണ്ട്. എന്തായാലും പറയാണ്, ആ മുനിമാർ പൊതുവെ തങ്ങളുടെ മുക്തി മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ മറ്റുള്ളവരുടെ മോക്ഷത്തെ പറ്റി ചിന്തിക്കാറില്ല. അപ്പൊ ഏകാന്തത്തില് അത് മുക്തിക്ക് വേണ്ടിയിട്ട് കാട്ടിന് പോയിട്ട് തപസ് ചെയ്യണുള്ളൂ. എൻ്റെ വിഷമമല്ല, അങ്ങയെ പറ്റി അറിയാത്ത പാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് മുക്തി കൊടുക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നില്ല. സംസാരത്തിന് കൂടിയിട്ടുള്ള ഈ ജീവന്മാർക്ക് അങ്ങല്ലാതെ ഞാനൊരു ശരണം കാണുന്നില്ല ഭഗവാനെ എന്ന് പറയാണ്. എന്നതാണ് സുഖം കണ്ടു യനേന കലയോരി വസുഖ ദുഃഖം തൃപ്യന്തിനേഹ കൃപണ ബഹുദുഃഖഭാജ കണ്ടു ദിവൻ മനസ്സിജം വിഷഹേതീരാമയാണ്. ഹേ ഭഗവാനെ, ഗൃഹസ്ഥന്മാർക്ക് ലഭിക്കുന്ന ഈ കാസുഖങ്ങളൊക്കെ അത് തുച്ഛങ്ങളാണ്. ചൊറിയുന്ന കയ്യ് അതാ പറയണത്. കണ്ടൂയനേന കരയോരിവ ദുഃഖം എന്ന് പറഞ്ഞാൽ കണ്ടൂയനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറി എന്ന് പറയില്ലേ. നമ്മളിപ്പോൾ ചൊറിമാന്തിരസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു ഭാഗം ചൊറിഞ്ഞു നോക്കി നോക്കുമ്പോൾ അതിങ്ങനെ കൂടെ
അത് ചൊറിയുമ്പോൾ വീണ്ടും വീണ്ടും ചൊറിയുമ്പോൾ രസം ഉണ്ടാവും. അതാണ് ഈ കണ്ടുപോയാനാണ് പറയുന്നത്. അതായത് ചൊറിമാന്തി രസം എന്നൊക്കെ പറയും അതിന്. അതായത് ചൊറിയുന്ന കയ്യ് വീണ്ടും ചൊറിയുന്നത് കൊണ്ട് ചൊറിച്ചത് വർദ്ധിക്കേ ഉണ്ടാവുള്ളൂ, അതൊരു സുഖം തരില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ സുഖദുഃഖങ്ങളൊക്കെ കാമഭോഗങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള അതിനായിട്ടുള്ള ദുഃഖം അനുഭവിച്ചതുകൊണ്ടും പിന്നെ ഈ അതിൻ്റെ പിന്നാലെ പോയിട്ട് അവർക്ക് ആഗ്രഹങ്ങളിൽ കൃത്യം വരില്ല. അങ്ങനെ അഥവാ ധീരനായിട്ടുള്ള ഒരാള് ആ ചൊറിച്ചിലിനെ വകവയ്ക്കാതിരിക്കുന്ന കാലത്തോളം അവന് കാമവികാരം അവൻ സഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവന് നേടുക ആവശ്യമുണ്ട് പറയണം. പിന്നെന്താണ് മൗനപ്രദസ്വതബോധേയനസ്വധർമ്മ വ്യാഖ്യാരഹോജപസമാദയാപവർഗ്യ പ്രായപരം പുരുഷതേ ത്വജിതേന്ദ്രിയാണാം പറയാണ്. ഭഗവാനെ ഇന്ദ്രിയജയം കൈവരത്താത്ത ആൾക്കാർക്ക് ആ മോക്ഷ ഉപായം മൗനം വ്രതം ശാസ്ത്രപാഠം തപസ് വേദധ്യയനം സ്വധർമ്മം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകാന്തമാസം ജപം ധ്യാനം ഇതൊക്കെ അവരുടെ ഒരു ജീവന ഉപായം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അഭ്യസിച്ച ആൾക്കാർക്ക് ആ ജീവന അഭ്യാസമാണ്. ബ്രാഹ്മണന്മാർക്കും ഋഷീശ്വരന്മാർക്കൊക്കെ അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ പറയണതാണ്. അവര് ദമ്പത്തിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭഗവാനെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട് കുട്ടി പറയാണ്. പിന്നെ പറയണം സമക്ഷമുഭയത്ര വിജിന്വദേവാം യോഗേന വന്യമിഹദാദിഷു നാന്യദസ്യ പറയാണ്. ഹേ ഭഗവാനെ, വേദങ്ങള് അങ്ങയെ വിത്ത് എന്നും മുള എന്ന് രണ്ട് സങ്കല്പത്തിലൂടെ വിവരിക്കുന്നു എന്നാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ അതാണ്. ആങ്ങയാണോ ആങ്ങയുടെ മരമാണോ നമ്മുടെ അടിയാണോ അതാണ് പറഞ്ഞതിന്റെ പറയാണ്. അതായത് കാരണരൂപത്തില് പ്രപഞ്ചത്തിന്റെ ഉദ്ഭവസ്ഥാനമായിട്ടും കാര്യരൂപത്തില് പ്രപഞ്ചത്തിന്റെ അന്തര്യാമിയായിട്ടും അരൂപനായിട്ടും അങ്ങയെ അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒരു മാർഗമില്ല. അങ്ങയെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ രണ്ട് മരക്കഷ്ണങ്ങൾ ഉറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരണിയില് അഗ്നി അന്തർലീനമായി ഇരിക്കുന്നത് പോലെ അങ്ങ് എല്ലായിടത്തും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാ പറയണത്. ഒരു സാധകൻ ആ ധ്യാനം കൊണ്ട് അങ്ങയുടെ ഈ രണ്ട് രൂപങ്ങളിലും അങ്ങയെ ഭാവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വേറൊരു വഴിയില്ല എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടൊക്കെ രണ്ട് ശ്ലോകം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് അവസാനിക്കാം. ഇപ്പം ഈ പറയാണ് അങ്ങ് ആരാണെന്ന് പറയാണ്. ഭഗവാൻ പ്രഹ്ലാദൻ പറയാണ്, ഹേ ഭഗവാനെ അങ്ങ് ആരാണ്? ത്വം വായുരഗ്നി അവനിരിയത് അമ്പുമാത്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമന്നാന്യത് ത്വദസ്ത്യമഭിവന മനസ്മനോവചസാ നിരുക്തം പറയാണ്. ഹേ ഭഗവാനെ, അങ്ങ് വായുവാണ്, അങ്ങ് അഗ്നിയാണ്, അങ്ങ് ഭൂമിയാണ്, അങ്ങ് ആകാശമാണ്, അങ്ങ് ജലമാണ്. ഇതൊക്കെ ഈ പറഞ്ഞ 5 പഞ്ചഭൂതങ്ങളും തന്മാത്രകളൊക്കെ അങ്ങ് തന്നെയാണ്. അത് മാത്രമല്ല, അങ്ങ് പ്രാണനാണ്, അങ്ങ് ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ്, ചിത്തമാണ്, അഹങ്കാരവും ഒക്കെ അങ്ങ് തന്നെയാണെന്ന് പറയാണ്. ഇനി അതുമാത്രമല്ല, അങ്ങ് സ്ഥൂലമായിരിക്കുന്നതും സൂക്ഷ്മമായിരിക്കുന്നതും എല്ലാം ഈ ഭഗവാനെ അങ്ങ് തന്നെയാണ്. സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ എന്ന് പറഞ്ഞതിലും ഇതൊന്നുമില്ല. അതായത് മനസ്സിന് സങ്കല്പിക്കാനും വാക്കിന് വിവരിക്കാനും കഴിയുന്നതായ ഒന്നും അങ്ങയിൽ നിന്ന് വിഭിന്നമായിട്ടൊന്നുമില്ല. ഒറ്റ വാക്കിന്റെ കൊണ്ടാണ്ട് ആ കുട്ടി ഒതുക്കുകയാണ്. എന്താണ്? സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ അന്യത് ത്വദ് അസ്ത്യഭിമന വചസ് മനോവചസാ നിരുക്ത. മനസ്സിന് എന്ത് സങ്കല്പിക്കാൻ കഴിയുന്നോ അത് അന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് അവസാനം പറയാണ് എന്താണ്? നൈതേ ഗുണാന ഗുണിനോ മഹദാദയോ യേ സർവേ മനപ്രഭൃതയ സഹദേവമർത്യ ആദ്യന്തവന്ത ഉരുകായ വിദന്തി ഹി ത്വാം ഏവം വിപൃശ്ച സുതിയോ വിരമന്തി ശബ്ദാൽ. ഹരിയാണ് ഹേ കീർത്തനീയനായിട്ടുള്ള ഭഗവാനെ, പ്രകൃതിയിൽ ഉൾപ്പെട്ട ദേവന്മാര് മനുഷ്യന്മാര് തുടങ്ങിയ ആൾക്കാർക്കും മനസ്സ് ബുദ്ധി ഇവയ്ക്കും അന്ധകരണങ്ങൾക്കും ഒന്നും അങ്ങയെ അറിയാനാകുന്നില്ല എന്ന് പറയുന്നത്. കാരണം എന്താ? അവരെല്ലാം ആദിയും അന്തവുമുള്ളവരാണ്. അവർക്കും ജനനങ്ങളും മരണങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങയെ അറിയാൻ അത് ആർക്കും സാധ്യമല്ല എന്നുള്ളത്. അത്ര
പരിമിതമായിട്ടുള്ള അവർക്ക് അപരിമിതനായിട്ടുള്ള നമുക്കൊക്കെ പരിമിതികളുണ്ട്, നമുക്കൊക്കെ മരിച്ചു പോകാം, നമുക്ക് പിന്നെ ജനിക്കണം. പരിമിതികളുള്ള ഒരു വസ്തുവിനും അപരിമിതനായിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കില്ല എന്ന് പറയാണ്. ഈ തത്വം അറിയുന്ന വിവേകികളായിട്ടുള്ള ഋഷീശ്വരന്മാര് അങ്ങയെ അറിയാൻ വേദപഠനം തുടങ്ങിയിട്ടുള്ള വേദങ്ങൾ വായിച്ചിട്ടും ഭാഗവതങ്ങളൊക്കെ വായിച്ചും എല്ലാം അത് വായിച്ചതിന് ശേഷം അവയെ ഉപേക്ഷിച്ച് കളയുന്നു എന്നാണ് പറയുന്നത്. ഉപേക്ഷിച്ച് കളഞ്ഞ് ഭക്തിപൂർവമായിട്ടുള്ള ഭക്തിയെ സ്വീകരിച്ച് സമാധിയോട് അഭ്യസിക്കുന്നു പറയുന്നത്. നമ്മളൊരു ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ ഉപേക്ഷിക്കുക, ഭക്തി മാത്രം ഉപയോഗിച്ച് ഭഗവാനെ മനസ്സിൽ ആരാധിച്ചുകൊണ്ട് ആ മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഈ അനുശാസനൊന്നും കാര്യമില്ല, വേദപഠനത്തിനൊന്നും കാര്യമില്ല. കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നിർത്തി എന്ത് വേണം ഒക്കെ നിർത്തിയിട്ട് ആ ഭഗവാനെ മനസ്സിൽ എപ്പോഴും നമുക്ക് സമാധിയോഗം അഭ്യസിക്കണം എന്നാ പറയുന്നത്. അതായത് ഈശ്വര കൃപയെ നമ്മൾ ആശ്രയിക്കണം എന്ന് പറയണം. എന്നിട്ട് പറയണം, അവസാനിപ്പിക്കുകയാണ് ആ വൃത്തി അവസാന ശ്ലോകം. തദ്തേ അഹത്തമാ നമസ്തുതി കർമ്മ പൂജ കർമ്മസ്മൃതിശ്ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയിമിനേതി ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസകോലവേദ. അവസാനിപ്പിക്കുകയാണ്. അഹത്തമ പറയേണ്ടതാണ് പരമാരാധ്യനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം, സ്തോത്രം, നമ, സ്തുതി, കർമ്മ, പൂജ, സ്മൃതി, ചരണ, ശ്രവണ, കഥായാം. അതാ പറഞ്ഞത്. ഇതൊക്കെ അതായത് ഹേ ഭഗവാനെ നമസ്കാരം, സ്തോത്രം, സർവകർമ്മ സമർപ്പണം, പരിചര്യ, പാദസ്മരണം, കഥാശ്രവണം തുടങ്ങിയിട്ടുള്ള എന്താണ് ഷഡംഗയ 6 കാര്യങ്ങളെ കൊണ്ട് എന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ 6 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള സേവാരൂപമായിട്ട് അപ്പൊ സേവ ചെയ്യാനുള്ള 6 രൂപങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള നമ, സ്തുതി, കർമ്മ, പൂജ, കർമ്മ, സ്മൃതി, ചരണോശ്രവണം, കഥായം. ഇത് ഈ കാര്യങ്ങൾ ഈ സാധനങ്ങളെ കൊണ്ടല്ലാതെ പറയാണ് പരമഹംസന്മാരുടെ ലക്ഷ്യമായിട്ടുള്ള അങ്ങയിലേക്കുള്ള ഭക്തിഞ്ജന പരമഹംസഗതൗലവേദ. അങ്ങയുടെ ഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ 6 കാര്യങ്ങൾ വേണം. എന്നാൽ മാത്രമേ അങ്ങയെ സേവിക്കാനുള്ള അവസരം അങ്ങ് തരുള്ളൂ എന്ന് പറയാണ്. അതാണ് നമസ്കാരം, സ്തോത്രം, നമസ്കരിക്കുക, ഭഗവാനെ നമസ്കരിക്കുക, സ്തോത്രം ജപിക്കുക, എന്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് വരിക, ഭഗവാനെ പരിചരിക്കുക, ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുക, ഭഗവാന്റെ കഥകളെ കേൾക്കുക. ഈ 6 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ധ്യാനഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ അങ്ങേക്ക് എന്തുണ്ടാവുള്ളൂ, ഭഗവാനെ അങ്ങയെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ദീർഘദണ്ഡ നമസ്കാരം ഒന്നുകൂടി ചെയ്യാണ്. അതിനുശേഷം ഭഗവാൻ എത്തിച്ചത് പ്രഹ്ലാദ സ്തുതി കൊണ്ട് ഭഗവാന്റെ ക്രോധങ്ങളൊക്കെ അടങ്ങി ആ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയാണ്. എന്താ ഭദ്രം പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഇല്ലേ, എന്നിട്ട് പറയാണ്, ചോദിക്കുകയാണ്, എന്താ വരം വേണ്ട ചോദിച്ചോളൂ കുട്ടി എന്ന് പറയുമ്പോ എന്താ പറയുന്നത്? ഭഗവാനെ എനിക്ക് ഒരു വരവും വേണ്ട, അങ്ങയുടെ വരം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം സംസാരത്തിന് കടന്ന് കഷ്ടപ്പെടാനുള്ള വരങ്ങളാണ് അങ്ങ് തരുള്ളൂ. എനിക്ക് അങ്ങയുടെ പാദസേവനം മാത്രമേ, അങ്ങയുടെ പാദസേവനം ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഭക്തന്റെ പാദസേവനം ചെയ്യാനുള്ള ആ വരം മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അതായത് പ്രഹ്ലാദ സ്തുതി അവസാനിപ്പിക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കുറേ സമയമായിപ്പോയി. എന്തായാലും ഒരു ഇതൊന്നും ഞാൻ തീർക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ലേറ്റായി എന്നറിയാം, നിങ്ങൾക്ക് വായിച്ചെത്തിക്കണം എന്നും അറിയാം. എന്തായാലും സാരില്ല, അതങ്ങോട്ട് കേൾപ്പോൾ എനിക്കൊരു സന്തോഷം അത്ര ഉണ്ടായിട്ട് വേറൊന്നുമില്ല കേട്ടോ. ഹരേ നാരായണ